Hi dear students, good morning everybody, good morning all. Welcome back to Frank's Lectures. Franklin sir. Okay. So, yes, basic electronics engineering അല്ലേ? So yes, നമുക്കറിയാം നമുക്ക് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നമുക്ക് 6 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. 3 മൊഡ്യൂൾസ് ബേസിക് ഇലക്ട്രിക്കലും 3 മൊഡ്യൂൾസ് ബേസിക് ഇലക്ട്രോണിക്സും ആണ് അല്ലേ? അപ്പൊ 3 മൊഡ്യൂൾസ് ബേസിക് ഇലക്ട്രോണിക്സിലെ മൊഡ്യൂൾ 3 ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു മൊഡ്യൂളാണ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ആണ്, തിയറി ആണ്, പിന്നെ അതേപോലെ കുറച്ച് ഡയഗ്രാംസ് ഉണ്ട്. സോ നിങ്ങൾ ഡയഗ്രാംസ് പഠിക്കുക, അതിന്റെ കൂടെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള തിയറി പഠിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ അത്രയ്ക്ക് ഒരു അടിപൊളി ഈസി മൊഡ്യൂളാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഓക്കെ, സോ പഠിച്ചു തുടങ്ങിയാലോ. സോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ഓക്കെ, സോ മൊഡ്യൂൾ 3 നമ്മൾ പഠിക്കുന്നത് മുഴുവൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പൊ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണല്ലോ നമ്മുടെ ഇത് എന്താ ബിടെക്കിലൊക്കെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് അല്ലെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് വിഭാഗങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താ? അതായത് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് ഒരു ട്രാൻസ്മിറ്ററും ഉണ്ട്, അവിടെ ഒരു റിസീവറും ഉണ്ട്. കാരണം എന്താ? ഞാൻ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രവിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഇതും ആക്ച്വലി ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം എന്താ? ഞാൻ ഇവിടെ നിന്നും പഠിപ്പിക്കുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഞാൻ പഠിപ്പിക്കുന്ന സിഗ്നൽസ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കിട്ടുന്നു, റിസീവ് ചെയ്യുന്നു. ദിസ് ഇസ് ഓൾസോ കമ്മ്യൂണിക്കേഷൻ. അതേപോലെ നിങ്ങൾ അവിടുന്ന് ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കിവിടെ കാണാൻ കഴിയുന്നു. ദാറ്റ് ഈസ് ഓൾസോ കമ്മ്യൂണിക്കേഷൻ അല്ലെ. സോ ടു വേ കമ്മ്യൂണിക്കേഷൻ, വൺ വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു സ്ഥലത്ത് മാത്രം എത്തിക്കൊണ്ടിരുന്നെങ്കിൽ അത് വൺ വേ കമ്മ്യൂണിക്കേഷനും, തിരിച്ചും എന്താ റിപ്ലൈ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. മനസ്സിലാവുന്നുണ്ടോ? സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതാണ്. സോ നമ്മുടെ ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ട് അതിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിയിലെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഡീറ്റെയിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ നോക്കൂ, മെയിൻലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലുള്ള പാർട്സ് ആണ്, അല്ലെങ്കിൽ അതിലെ ബ്ലോക്സ് ആണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം, കാരണം ഇതിന്റെ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഇതെന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഡയഗ്രാംസ് നമ്മൾ പറഞ്ഞ പേരെന്താണെന്നറിയോ? ഇതിന് നമ്മൾ പറഞ്ഞ പേരാണ് ബ്ലോക്ക് ഡയഗ്രാംസ് എന്ന് പറയും. എന്താ പറയും? ബ്ലോക്ക് ഡയഗ്രാംസ്. ഈ ബ്ലോക്ക് ഡയഗ്രാംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് ഈ ബ്ലോക്ക് ഡയഗ്രാം വരച്ച ശേഷം നിങ്ങൾ കാര്യങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിന്റെ ഒരു എന്താ പറയാ ഈസിനെസ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, അതിലുള്ള കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുക, യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, എല്ലാം പറഞ്ഞു കേട്ടോ. സോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ മക്കളെ, the purpose of communication system is to transmit information bearing signals through a communication channel. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താ ചെയ്യുന്നു? നമ്മൾ ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലെ, ത്രൂ എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ക്ലിയർ അല്ലടാ? സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്ന് പറയുന്ന ഒരു സോഴ്സ് ഉണ്ട്. ഈ സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് സോഴ്സ് വേണമെങ്കിലും ആവാം അല്ലെ. ഈ സോഴ്സ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്ററിൽ ആദ്യം ചെല്ലുന്നു, ട്രാൻസ്മിറ്ററിൽ നിന്നും ട്രാൻസ്മിഷൻ ചാനൽ വഴി എങ്ങോട്ട് പോകുന്നു? റിസീവറിൽ പോകുന്നു, റിസീവറിൽ നിന്നും എങ്ങോട്ട് പോകുന്നു? ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നു. സോ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ, സോഴ്സിനെ ഡെസ്റ്റിനേഷൻ ഇടയ്ക്കുള്ള ചില ബ്ലോക്സ് ആണ് ആരൊക്കെ എന്ന് പറയുക? സോഴ്സിൽ നിന്നും ട്രാൻസ്മിറ്റർ, ദെൻ ട്രാൻസ്മിഷൻ ചാനൽ വഴി എവിടെ പോകുന്നു? റിസീവർ പോകുന്നു. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു കമ്മ്യൂണിക്കേഷൻ, നോർമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നോർമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ക്ലിയർ ആണോ? ഇവിടെ എന്താണ് ട്രാൻസ്മിറ്റർ ചെയ്യുന്നത്? ദ ട്രാൻസ്മിറ്റർ പുട്സ് ദ ഇൻഫോർമേഷൻ ഫ്രം ദ സോഴ്സ് ഓൺ ടു ദ ചാനൽ. ദ ചാനൽ ഈസ് ദ മീഡിയം കണക്ടിങ് ദ ട്രാൻസ്മിറ്റർ ആൻഡ് ദ റിസീവർ. ട്രാൻസ്മിറ്റർ എന്താ ചെയ്യുന്നത്? അതായത് സോഴ്സിൽ നിന്നുമുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എങ്ങോട്ട് കൊടുക്കുന്നു? നമ്മൾ ട്രാൻസ്മിഷൻ ചാനലിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്മിഷൻ ചാനൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ മീഡിയം കണക്ടിങ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. ഇത്രേ ഉള്ളൂ. ട്രാൻസ്മിറ്ററിന്റെ ഫംഗ്ഷൻ മനസ്സിലാക്കുക. എന്ത് ചെയ്യുന്നു? സോഴ്സിൽ നിന്നുള്ള ഇൻഫോർമേഷൻ ട്രാൻസ്മിഷൻ ചാനലിലോട്ട് കൊടുക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
The transmitted information travels through this channel until it reaches the destination. ഈ ട്രാൻസ്മിഷൻ ചാനൽ വഴി എന്ത് ചെയ്യുന്നു? ഈ ഇൻഫോർമേഷൻ എങ്ങോട്ട് പോകും? റിസീവറിലോട്ട് പോകും. റിസീവറിൽ നിന്നും എങ്ങോട്ട്? ഡെസ്റ്റിനേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി? The original message signals usually contain frequencies in the low frequency or audio frequency range. അല്ലെ? സോ സോഴ്സിൽ നിന്ന് വരുന്ന ഈ സിഗ്നൽസ് എന്ന് പറയുന്നത് നമ്മൾ മെസ്സേജ് സിഗ്നൽസ് എന്ന് പറയും. ഈ മെസ്സേജ് സിഗ്നൽസിൽ എന്തുണ്ട്? ദേ കണ്ടെയ്ൻ ഫ്രീക്വൻസീസ് ഇൻ ദ ലോ ഫ്രീക്വൻസി ഓർ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച്. അതായത് മെസ്സേജ് സിഗ്നൽസിലുള്ള ഫ്രീക്വൻസി റേഞ്ച് ആണ് പറയുന്നത്. ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത്? മെസ്സേജ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Therefore, some form of frequency band shifting is necessary in order to make the signals suitable for transmission. ഇപ്പൊ എല്ലാ സിഗ്നൽസും പ്രോപ്പർലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം എന്താ? ഇപ്പോ ഈ മെസ്സേജ് സിഗ്നൽസിൽ എന്തുണ്ട്? ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ട്. ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസ് ആണ് മെസ്സേജ് സിഗ്നൽസ് എന്ന് പറയാം, അല്ലെ? അപ്പോ ഒരു ഫ്രീക്വൻസി ബാൻഡ് ഷിഫ്റ്റിങ്ങിന്റെ ആവശ്യകതയുണ്ട്. എന്താണ് ഈ ഫ്രീക്വൻസി ബാൻഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്? സിംപ്ലി കൺവേർട്ടിംഗ് ടു ഹൈ ഫ്രീക്വൻസി റേഞ്ച്. കാരണം മെസ്സേജ് സിഗ്നൽസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് ആണ്. അതായത് ഫ്രീക്വൻസി കുറഞ്ഞ സിഗ്നൽസ് ആണ് മെസ്സേജ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഡു ഫ്രീക്വൻസി ബാൻഡ് ഷിഫ്റ്റിംഗ്. എന്താണ് ഫ്രീക്വൻസി ബാൻഡ് ഷിഫ്റ്റിംഗ്? ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി ബാൻഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫ്രീക്വൻസി ബാൻഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. റെഡി? ഓക്കെ. ദിസ് ഷിഫ്റ്റിംഗ് ഇൻ ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് അച്ചീവ്ഡ് ബൈ ദ പ്രോസസ് നോൺ ആസ് മോഡുലേഷൻ. അപ്പോൾ മെസ്സേജ് സിഗ്നൽസ് എന്ന് പറയുന്ന ലോ, ശ്രദ്ധിച്ചിരിക്കണേ, മെസ്സേജ് സിഗ്നൽസ് എന്ന് പറയുന്ന ലോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള മെസ്സേജ് സിഗ്നൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ ഹൈ ഫ്രീക്വൻസി റേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഫ്രീക്വൻസി ബാൻഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോ ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്, ദിസ് ഷിഫ്റ്റിംഗ് ഇൻ ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് is achieved by the process is called modulation. മനസ്സിലാവുന്നുണ്ടോ? ലോ ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ആ പ്രോസസ്സിന് പറഞ്ഞ പേരെന്താണെടാ? മോഡുലേഷൻ. എന്താണ് മോഡുലേഷൻ? മോഡുലേഷനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ എന്താണ് മോഡുലേഷൻ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ചോദിച്ചേക്കാം. അതേപോലെ എന്താണ് മോഡുലേഷൻ ചോദിച്ചേക്കാം കേട്ടോ. മോഡുലേഷൻ എന്ന് പറയുമ്പോൾ it can be defined as the process of combining a low frequency signal with a high frequency carrier wave. അല്ലേ? അതായത് ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് ആയിട്ട്, എന്താണ് കാരിയർ വേവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. ഇപ്പൊ ലോ ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സിഗ്നൽ, കാരിയർ വേവ് സിഗ്നൽ എന്ന് പറയുന്നത് അനദർ ടൈപ്പ് ഓഫ് സിഗ്നൽ. ഈ രണ്ട് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് മോഡുലേഷൻ. ക്ലിയർ ആണോ? If the carrier is a sinusoidal wave, then the process is termed as continuous wave modulation process. അതായത് കാരിയർ വേവ് എന്ന് പറയുന്നത് നോർമലി ഒരു സൈനുസോയിഡൽ വേവ്, അതായത് ഒരു സൈൻ വേവ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അതിനെ കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ പ്രോസസ് എന്ന് പറയും. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? യെസ്, ഓക്കെടാ, വെൽവെൽ. ഇതിന്റെ ബേസിക്സ് നന്നായിട്ട് പഠിച്ചോണം. അതാണ് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. കാരണം ബേസിക്സ് ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ അല്ലേ? റെഡി? ഓക്കെ. ദ മെസ്സേജ് സിഗ്നൽ ഓർ ദ ബേസ് ബാൻഡ് സിഗ്നൽ ഈസ് കോൾഡ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ മെസ്സേജ് സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മെസ്സേജ് സിഗ്നൽ ആണ് എന്തെന്ന് പറയുന്നത്? ലോ ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ കാരിയർ വേവ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു, അല്ലെ? അപ്പോ ഈ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സിഗ്നൽ അല്ലെങ്കിൽ ബേസ് ബാൻഡ് സിഗ്നൽ നമ്മൾ പറഞ്ഞ പേരാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയും. എന്ത് പറയൂടാ?
മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയും. ദ റിസൾട്ടന്റ് വേവ് ഓഫ് ദ മോഡുലേഷൻ പ്രോസസ് ഇസ് നോൺ ആസ് മോഡുലേറ്റഡ് വേവ്. അതായത് ഈ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ബേസ് ബാൻഡ് സിഗ്നൽ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നു. ഈ മോഡുലേറ്റിംഗ് സിഗ്നലിനെ നമ്മുടെ കാരിയർ വേവ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വേവ് എന്താണ്? മോഡുലേറ്റഡ് വേവ്. അതായത് ഈ കോമ്പിനേഷൻ കഴിഞ്ഞു വരുന്ന വേവിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? മോഡുലേറ്റഡ് വേവ് എന്ന് പറയുന്നു. എന്ത് പറയുന്നു? മോഡുലേറ്റഡ് വേവ് എന്ന് പറയുന്നു. ഈ ലോ ഫ്രീക്വൻസി സിഗ്നൽ എന്താന്ന് പറയുന്നു? മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നു. മോഡുലേറ്റിംഗ് സിഗ്നൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി? ഓക്കെ. സോ കാരിയർ വേവ് എന്താണ്? സർ കാരിയർ വേവ് എന്ന് പറഞ്ഞാലും എ ടൈപ്പ് ഓഫ് സൈനുസോയിഡൽ വേവ് ആണ് എന്തെന്ന് പറയുന്നത് കാരിയർ വേവ് എന്ന് പറയുന്നത് കേട്ടോ. ടൈപ്പ് ഓഫ് സൈനുസോയിഡൽ വേവ് കാരിയർ വേവ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോ മോഡുലേഷൻ ഈസ് പെർഫോംഡ് അറ്റ് ദ ട്രാൻസ്മിറ്റിംഗ് എൻഡ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അല്ലെ? മോഡുലേഷൻ എവിടെയാണ് നടക്കുന്നത്? കണ്ടോ, ഞാൻ പറഞ്ഞു ട്രാൻസ്മിറ്റിംഗ് സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്താണ് എന്ത് നടക്കുന്നത്? മോഡുലേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത്. ഓക്കെ. മോഡുലേഷൻ ഈസ് പെർഫോംഡ് അറ്റ് ദ ട്രാൻസ്മിറ്റിംഗ് എൻഡ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ട്രാൻസ്മിഷൻ എൻഡ് മാത്രമാണോ? അല്ല, റിസീവിംഗ് എൻഡും കൂടെ ഉണ്ടല്ലേ. At the receiving end of the system, the original message signal is restored by a process known as demodulation. അതായത് ശ്രദ്ധിക്കുക, നമുക്ക് ആക്ച്വലി എന്താണ്? ഒരു മെസ്സേജ് സിഗ്നൽ ഉണ്ട്. ഒരു മെസ്സേജ് സിഗ്നൽ ഉണ്ട്. ഓക്കെ. ഇതെന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ ലോ ഫ്രീക്വൻസിയിലുള്ള മെസ്സേജ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ട്രാൻസ്മിഷൻ ചാനൽ വഴി ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അതിന് എന്ത് ചെയ്യണം? മോഡുലേഷൻ ചെയ്യണം. എന്ത് ചെയ്യണം? മോഡുലേഷൻ ചെയ്യണം. ഓക്കെ. അത് കഴിഞ്ഞ് റിസീവിംഗ് എൻഡിൽ എത്തുന്ന സമയത്ത് ഈ മോഡുലേറ്റഡ് സിഗ്നൽ ആയിരിക്കും എവിടെ എത്തുക? ഈ റിസീവിംഗ് എൻഡിലോട്ട് എത്തുക അല്ലേ? അതായത് ഇവിടെ ഈ പറയുന്ന മെസ്സേജ് സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്താണ് ഞാൻ ട്രാൻസ്മിഷൻ ചാനൽ വഴി അയച്ചത്. അപ്പോൾ ഇവിടെ റിസീവിംഗ് എൻഡിൽ എത്തുമ്പോൾ എന്താണ്? അതെന്ന് പറയുന്നത് മോഡുലേറ്റഡ് വേവ് ആണ് അല്ലേ? ഈ മോഡുലേറ്റഡ് സിഗ്നലിനെ നമ്മൾ മീൻസ് പുറത്ത് അയക്കുന്ന സമയത്ത് നമുക്ക് ഈ മെസ്സേജ് സിഗ്നൽ മാത്രം മതി. ദാറ്റ് മീൻസ് എന്ത് ചെയ്യണം? ഈ മോഡുലേഷൻ ചെയ്തതിനെ എന്താക്കണം? ഡീമോഡുലേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഡീമോഡുലേറ്റ് ചെയ്യണം. കുറച്ച് വെള്ളം തരോടാ. എന്ത് ചെയ്യണം? ഡീമോഡുലേറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതാണ് പറയുന്നത്. At the receiving end of the system, the original message signal is restored by a process known as demodulation, which is the reverse of the modulation process. Clear ആണോ? അതായത് മോഡുലേഷൻ പ്രോസസ്സിന്റെ സ്ട്രേറ്റ് റിവേഴ്സ് ആണ് എന്ന് പറയുന്നത് ഡിമോഡുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ട്രാൻസ്മിറ്റിംഗ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? മോഡുലേറ്റ് ചെയ്യുക. ഓക്കെ. പക്ഷെ റിസീവിംഗിൽ നമുക്ക് എന്ത് വേണ്ട? നമുക്ക് ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ മാത്രം മതി. അപ്പൊ ഈ മോഡുലേറ്റ് ചെയ്യുന്ന എന്താക്കി മാറ്റണം? ഡീമോഡുലേറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതേ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ബോട്ടിലിൽ ഒരു റെഡ് കളർ വെള്ളം ഉണ്ടെന്ന് വെച്ചോ, ചുവപ്പ് കളർ വെള്ളമുണ്ട്. ഓക്കെ. ഇത് ഞാൻ ചെന്ന് ഒരു അപ്പുറത്തെ വീട്ടിൽ കൊടുക്കണം, അപ്പുറത്തെ വീട്ടിൽ കൊടുക്കണം. ഓക്കെ. ഈ റെഡ് കളർ വെള്ളമാണ് ആക്ച്വലി, ഇതാണ് മെസ്സേജ് സിഗ്നൽ. ഇതാണ് ആർക്ക് എത്തേണ്ടത്? റിസീവർ എത്തേണ്ടത്, അപ്പുറത്തെ വീട്ടിലെത്തേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്താ ചെയ്തത്? ഈ വെള്ളത്തിന്റെ കൂടെ ഞാൻ കുറച്ച് കളർ കലക്കി, വേറെ ഏത് കളർ കലക്കി. ഓക്കെ. അപ്പൊ കളർ മാറി. ഈ കളർ മാറിയുന്നു, ദാറ്റ് ഇസ് മോഡുലേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ ചാനൽ വഴി എന്ത് ചെയ്യുന്നു? കാരിയർ വേവ് നമ്മൾ ആഡ് ചെയ്യുന്നു. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ എന്താ വേണ്ടത്? ചുവപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഡീമോഡുലേറ്റ് ചെയ്യണം. അപ്പൊ തിരിച്ച് അവിടെ എന്ത് ചെയ്യണം? ചുവപ്പ് വെള്ളം തന്നെ കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഈസ് മോഡുലേഷൻ ആൻഡ് ഡീമോഡുലേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ട്രാൻസ്മിഷൻ ചാനൽ വഴി മെസ്സേജ് സിഗ്നൽ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മോഡുലേറ്റ് ചെയ്യണം.
ഓക്കെ. ആൻഡ് റിസീവിംഗ് എൻഡിൽ നമുക്ക് എന്ത് മതി, മെസ്സേജ് സിഗ്നൽ മാത്രം ഫിൽട്ടർ ചെയ്ത് എടുത്താൽ മതി. സോ എന്ത് ചെയ്യുക, മോഡുലേഷന്റെ റിവേഴ്സ് പ്രോസസ് ദാറ്റ് ഈസ് ഡീമോഡുലേഷൻ ചെയ്യുക. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ പറയുക. ക്ലിയർ ആണോ? ക്ലിയർ ചാറ്റ് ബോക്സിൽ പറയാമോ? ക്ലിയർ സർ, ക്ലിയർ ക്ലിയർ. ഓക്കെ ഓക്കെ. ഓക്കെ ശരി, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ് മോഡുലേഷന്റെ ആവശ്യകത അല്ലെങ്കിൽ നീഡ് ഫോർ മോഡുലേഷൻ? വൈ വി ആർ മോഡുലേറ്റിംഗ് അല്ലെ? എന്തുകൊണ്ടാണ് മോഡുലേഷൻ ചെയ്യുന്നത്? അപ്പൊ മോഡുലേഷൻ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. എന്തിനാണ് മോഡുലേഷൻ ചെയ്യുന്നതെന്ന് ചെറുതായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്? എക്സാമിന് ചോദിക്കും, മോഡുലേഷൻ ചോദിക്കും, എക്സാമിന് മോഡുലേഷൻ ചോദിക്കും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, പഠിക്കാണ്ട് പോകരുത് കേട്ടോ. എന്താണ് മോഡുലേഷൻ ചെയ്യേണ്ട ആവശ്യകത? എന്താണ്? കുറച്ച് ഡീറ്റെയിൽ നോക്കിയാലോ. മോഡുലേഷൻ അലോസ് ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് ആന്റിന അല്ലേ? മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആന്റിനയുടെ സൈസ്, ഇപ്പോ ട്രാൻസ്മിഷൻ എൻഡിലും റിസീവിംഗ് എൻഡിലും എന്തുണ്ടാവും? ആന്റിനാസ് ഉണ്ടാവും. ഈ മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മോഡുലേഷൻ അലോസ് ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് ആന്റിന. മോഡുലേഷൻ അലോസ് സെവറൽ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻസ് ടു ട്രാൻസ്മിറ്റ് സൈമൾട്ടേനിയസ്ലി അറ്റ് ഡിഫറെന്റ് കാരിയർ ഫ്രീക്വൻസീസ്. അതായത് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റേഷനാണ്, ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനാണ്. ഈ ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷനിൽ ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ഉള്ള എന്ത് പോകുന്നുണ്ട്? വേവ്സ് പുറത്തോട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ഉള്ള മെസ്സേജ് സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തോട്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ മോഡുലേഷൻ ഉള്ളത് കൊണ്ടാണ് it allows several broadcasting stations to transmit simultaneously at different carrier frequencies. അല്ലേ? ഒരേ സമയം ഡിഫറെന്റ് കാരിയർ ഫ്രീക്വൻസീസിൽ സിഗ്നൽസ് പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് എന്താണ്? ദാറ്റ് ഇസ് മോഡുലേഷൻ. Then it permits multiplexing. എന്താണ് മൾട്ടിപ്ലക്സിംഗ്? എന്താണ് മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് മൾട്ടിപ്ലക്സിംഗ്? Several signals can be transmitted through the same channel without any mixing. അതായത് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സിഗ്നൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിം ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? സെയിം ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. റിസീവർ എൻഡിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡീമോഡുലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് സിഗ്നൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് പെർമിറ്റ്സ് മൾട്ടിപ്ലക്സിംഗ്. ദാറ്റ് മീൻസ് സെവറൽ സിഗ്നൽസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ദ സെയിം ചാനൽ വിത്തൗട്ട് എനി മിക്സിംഗ്. വിത്തൗട്ട് എനി മിക്സിംഗ്. ക്ലിയർ ആണോ? അതേപോലെ മോഡുലേഷൻ റെഡ്യൂസസ് നോയ്സ് ആൻഡ് ഇന്റർഫെറൻസ് എഫക്ട്സ്. ഓക്കെ, അതായത് ഇപ്പോ ഈ നോയ്സ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. ഇന്റർഫെറൻസ് എന്ന് പറയുന്ന ഫിസിക്കൽ ഫിനോമിനൻ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ് അല്ലെ? അപ്പൊ മോഡുലേഷൻ, ഇപ്പൊ ഈ നോയ്സും ഇന്റർഫെറൻസ് എഫക്ട്സ് കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ABCD എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ അയച്ചു എന്ന് വെച്ചോ. ഓക്കെ, ഓഡിയോ സിഗ്നലാണ് അയച്ചത്, സൗണ്ട് ആണ് അയച്ചത്. ഇതിൽ ഓഫ് കോഴ്സ് എന്തുണ്ട്? നോയ്സ് ഉണ്ടാവും. കൂടാതെ ഈ ട്രാൻസ്മിഷൻ സമയത്ത് ഇന്റർഫെറൻസ് എഫക്ട്സ് ഉണ്ടാകും. ഇപ്പൊ നോയ്സ് ഇപ്പൊ ഞാൻ ABCD എന്ന് പറയുന്നത് നോയ്സും ഇന്റർഫെറൻസ് എഫക്ട്സും ഒക്കെ ചേർന്ന് കഴിഞ്ഞിട്ട് റിസീവിംഗ് എൻഡിൽ ഇങ്ങനെ കിട്ടിയാൽ മതിയോ? ഇല്ല. ഞാൻ ABCD എന്നാണ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്തതെങ്കിൽ റിസീവിംഗ് എൻഡിലും എനിക്ക് എന്തെന്നെ കിട്ടണം? ABCD എന്ന് തന്നെ കിട്ടണം. അല്ലാതെ ഇങ്ങനെ കിട്ടിയാൽ പോരല്ലോ. അതാണ് പറയുന്നത് മോഡുലേഷൻ എന്ത് ചെയ്യുന്നു? നോയ്സ് ആൻഡ് ഇന്റർഫെറൻസ് എഫക്ട്സിനെ റെഡ്യൂസ് ചെയ്യുന്നു. അത് കാരണം എന്താണോ മെസ്സേജ് സിഗ്നൽ പാസ് ചെയ്യുന്നത് പ്രോപ്പർലി ആ മെസ്സേജ് സിഗ്നൽ കറക്റ്റ് ആയിട്ട് എവിടെ എത്തും? റിസീവർ എൻഡിലോട്ട് എത്തും. ക്ലിയർ ആണോ? സർ കുറച്ച് ലേറ്റ് ആയി പോയി, കുറെ പഠിപ്പിച്ചു. ഇല്ലടാ, കുറെ പഠിപ്പിച്ചിട്ടൊന്നുമില്ലടാ, കുറച്ചേ പഠിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ശ്രദ്ധിച്ചിരുന്നാലും മതി. ഓക്കെ ഓക്കെടാ, ശരി. അടുത്ത് മോഡുലേഷൻ ഇംപ്രൂവ്സ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. ഓക്കെ, സിഗ്നൽ അതായത് മെസ്സേജ് സിഗ്നലിൽ അതിന്റെ നോയ്സ് റേഷ്യോ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മോഡുലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഈ മോഡുലേഷൻ എന്ന് പറയുന്നത് there are two different types of modulation. There are two types of modulation. There are two types of modulation. ഏതൊക്കെയാണെന്ന് അറിയാവോ? ഒന്നെന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫ്രീക്വൻസി മോഡുലേഷൻ. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് മോഡുലേഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്.
അതെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് അതർ വൺ ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ. അതർ വൺ ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ. ക്ലിയർ ആണോ? ഫ്രീക്വൻസി മോഡുലേഷൻ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? അതായത് ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ the amplitude of the carrier wave is vary in accordance with the instantaneous amplitude of message signal. അതായത് ഇവിടെ നോക്കൂ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, ഏതാണ് ചേഞ്ച് ആകുന്നത്, വേരി ചെയ്യുന്നത്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ്. നമുക്കറിയാം മോഡുലേഷൻ വേവില് മെസ്സേജ് സിഗ്നൽ ഉണ്ടാവും, കാരിയർ വേവ് ഉണ്ടാവും. ഇത് രണ്ടും കമ്പൈൻ ചെയ്യാം. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താ സംഭവിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നു ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. മെസ്സേജ് സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് നമ്മുടെ കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക, പഠിക്കണം. ഈ ഒരു ഫിഗർ വരച്ചു പഠിക്കണം. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എക്സാമിൽ ചോദിക്കും. ഈ ഫിഗർ വരയ്ക്കുക, വരച്ചാൽ തന്നെ മാർക്കാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് സാധാരണ സിഗ്നലാണ്, മോഡുലേറ്റിംഗ് സിഗ്നൽ. ഓക്കെ, അതായത് മെസ്സേജ് സിഗ്നൽ. ഇതെന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നൽ ആണെന്ന് കൺസിഡർ ചെയ്യാം. മെസ്സേജ് സിഗ്നൽ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റിംഗ് സിഗ്നൽ. ഓക്കെ, ഇതെന്ന് പറയുന്നത് കാരിയർ സിഗ്നൽ. ഇതെന്ന് പറയുന്നത് കാരിയർ സിഗ്നൽ. ഓക്കെ, ഇനി ഈ രണ്ട് സിഗ്നലും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. ആ സമയത്ത് എനിക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് മോഡുലേറ്റഡ് സിഗ്നൽ. അപ്പോൾ ഈ ഒരു സിഗ്നൽ, മെസ്സേജ് സിഗ്നലും ഈ കാരിയർ വേവ് അല്ലെങ്കിൽ കാരിയർ സിഗ്നലും കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് കണ്ടോ, മോഡുലേറ്റഡ് സിഗ്നൽ അല്ലെ. ഇവിടെ എന്താണ് ഇ എം? ഇ എം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ പീക്ക് വാല്യൂവിനെയാണ് എന്ന് പറയുന്നത് ഇ എം എന്ന് പറയുന്നത്. എന്താണ് ഇ സി? അതായത് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ പീക്ക് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് ഇ എം. അതേപോലെ നമ്മുടെ കാരിയർ സിഗ്നലിന്റെ പീക്ക് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് ഇ സി. സോ ഇ എം എന്ന് പറയുന്നതും ഇ സി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാടാ? പീക്ക് വാല്യൂ എന്ന് പറയാം. പീക്ക് വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ കഴിഞ്ഞാൽ അടുത്ത് പഠിക്കാനുള്ളത് ഫ്രീക്വൻസി മോഡുലേഷൻ. എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ? Frequency modulation can be defined as the process by which the frequency of the carrier wave is varied in accordance with the instantaneous amplitude of the message signal. അപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷനിൽ ഇവിടെ നോക്ക്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താ സംഭവിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നു ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ അല്ലേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ്, ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നു ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. അതായത് മെസ്സേജ് സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കാരിയർ വേവിന്റെ ഫ്രീക്വൻസി വേരി ചെയ്യുന്നു. മനസ്സിലാക്കിക്കോണേ. ഇവിടെ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫ്രീക്വൻസി ഓഫ് കാരിയർ വേവ് എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു. കാരിയർ വേവിന്റെ ഫ്രീക്വൻസി വേരി ചെയ്യുന്നു. നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്തായിരുന്നു? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് വേരി ചെയ്യുന്നു ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ചേഞ്ച് ആകുന്നത് ആരാണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് ആണ് വേരി ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് ആണ് ചേഞ്ച് ആകുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. ഇവിടെ എന്താണ്? ഇവിടെ ഫ്രീക്വൻസി ഓഫ് കാരിയർ വേവ് ആണ് ചേഞ്ച് ആകുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ അനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് വേരി ആകുന്നു. ഫ്രീക്വൻസി മോഡുലേഷനിൽ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് വേരി ആകുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊരു മെസ്സേജ് സിഗ്നൽ ആണ്, ഇതൊരു കാരിയർ സിഗ്നൽ ആണ്. ഫ്രീക്വൻസി മോഡുലേഷൻ നടക്കുന്ന സമയത്തുള്ള ഔട്ട്പുട്ട് സിഗ്നൽ ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഔട്ട്പുട്ട് സിഗ്നൽ, ഇതെന്ന് പറയുന്നത് ഫ്രീക്വൻസി മോഡുലേഷന്റെ ഔട്ട്പുട്ട് സിഗ്നൽ. മനസ്സിലാവുന്നുണ്ടോടാ? പ്ലീസ് ചാറ്റ് ചെയ്യുക, പറയുക. മനസ്സിലാവുന്നുണ്ടോ?
റെഡിയാണോ? കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അതെ, വെൽവെറ്റ് തണ്ടർ. സോ ബോത്ത് കേസ് ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് സെയിം. അതായത് ഇപ്പോ കാരിയർ വേവിന്റെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് അതിന് ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ സിംപ്ലി പറയാം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൗണ്ട് കൊടുക്കാം. എന്താ ഓ, ആക്ച്വലി ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ചെറുതാ. ഓ, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് വലുതാ. സോ മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയേക്കാം. മനസ്സിലാകുന്നുണ്ടോ? മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയേക്കാം. പക്ഷെ അതനുസരിച്ചിട്ടാണ് എന്ത് മാറുന്നത്? നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് മാറും, ഫ്രീക്വൻസി മോഡുലേഷനിൽ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് മാറും. ഓക്കെ, അതുൽ കൃഷ്ണ TS, രണ്ടിന്റെയും ഫിഗർ വരയ്ക്കാൻ പഠിക്കണ്ടേ? പഠിക്കണം, പഠിച്ചേ പറ്റൂ. രണ്ടിന്റെയും ഫിഗർ പഠിക്കണം കേട്ടോ. ഇതിൽ ഞാൻ എന്തൊക്കെ ഫിഗർ തന്നിട്ടുണ്ടോ, എന്തൊക്കെ ബ്ലോക്ക് ഡയഗ്രം തന്നിട്ടുണ്ടോ, എല്ലാം പഠിച്ചിട്ടേ പോവാം കേട്ടോ. എളുപ്പമല്ലേ ഇത്? ഓക്കെ ആണോ? ഓരോ മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ ആണോ? ഇനി ഡൗട്ട് എന്തെയുണ്ടോടാ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരിയടാ. അപ്പൊ നമുക്കിനി അടുത്ത് കമ്പാരിസണാ പഠിക്കാനുള്ളത്. എക്സാമിന് ചോദിക്കും. ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫുള്ള് ഇമ്പോർട്ടൻ്റ് ആട്ടോ. എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരും പറയാൻ പറ്റൂല. ഇതൊക്കെ പഠിക്കണം. ഓക്കെ, ഇതൊക്കെ ഷോർട്ട് ആൻസറിലൊക്കെ ചോദിക്കട്ടോ. കമ്പാരിസൺ ബിറ്റ്വീൻ AM ആൻഡ് FM. AM-നെ FM-നെ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്ക് ഇവിടെ നോക്കിയടാ. അപ്പോ നമുക്ക് കമ്പാരിസൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. AM ആൻഡ് FM നമുക്ക് കമ്പാരിസൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്താലോ? റെഡി അല്ലേ? ഓക്കെ, ശരി. അപ്പോ AM ആണോ കൂടുതൽ അഡ്വാൻറ്റേജ്, FM-നാണോ കൂടുതൽ അഡ്വാൻറ്റേജ്? ഈ FM എന്ന് പറയുന്നത്, ഈ AM എന്ന് പറയുന്നത്, FM എന്ന് പറയുന്നത് എന്താ അറിയോ? പണ്ടത്തെ റേഡിയോ ഇല്ലേ, അതായത് ഇപ്പൊ FM എന്നൊക്കെ പറയുന്ന സാധനം അറിയാലോ, റേഡിയോ മാംഗോ FM, മറ്റേ അങ്ങനത്തെ. അതൊക്കെ എന്താണ് ഈ FM എന്ന് പറയുന്നത്? ഫ്രീക്വൻസി മോഡുലേഷൻ കേട്ടോ. അതിന് മുമ്പ് FM ഒക്കെ വരുന്നതിന് മുമ്പാണ് ആക്ച്വലി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ടായിരുന്നത്. പണ്ട് കാലത്തെ റേഡിയോ ഒക്കെ ഇല്ലേ, ആലോചിച്ചു. പണ്ട് കാലത്തെ റേഡിയോയും ഇപ്പോഴത്തെ FM-ഉം നിങ്ങളത് ആലോചിച്ചാൽ മതി. പണ്ട് കാലത്തെ റേഡിയോയും ഇപ്പോഴത്തെ FM ആലോചിച്ചാൽ മതി. പണ്ടൊക്കെ കാലത്ത് AM ആയിരുന്നു, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആയിരുന്നു. പിന്നീട് അതൊക്കെ ഫ്രീക്വൻസി മോഡുലേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് വെൻ കമ്പയർഡ് ടു AM അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളതാണ് ആർക്കെന്ന് പറയുന്നത്? ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാ നോക്കിയാലോ? All transmitted power in FM is useful, whereas in AM most of it is in carrier which does not carry any useful information. അതായത് നമ്മുടെ FM-ന്റെ കേസിൽ പറയുവാണെങ്കിൽ, ഫ്രീക്വൻസി മോഡുലേഷന്റെ കേസിൽ പറയുവാണെങ്കിൽ, all transmitted power in FM is useful. FM-ൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് യൂസ്ഫുൾ ആണ്. പക്ഷേ AM അങ്ങനെയല്ല. AM എന്ന് പറയുന്നതിൽ മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് കാരിയർ വേവ്. FM അങ്ങനെയല്ല. AM-ൽ കൂടുതലും എന്താണ്? കാരിയർ വേവ് ആണ്. കാരിയർ വേവ് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ക്യാരി എനി യൂസ്ഫുൾ ഇൻഫോർമേഷൻ. മെസ്സേജ് സിഗ്നൽ ആണ് എന്ത് ചെയ്യുന്നത്? യൂസ്ഫുൾ ഇൻഫോർമേഷൻ ഉള്ളത്. അതിന്റെ കൂടെ നമ്മൾ കാരിയർ വേവ് കയറ്റി കൊടുക്കുന്നതേ ഉള്ളൂ, അല്ലെ? അപ്പോൾ AM-ൽ എന്താണ്? മെസ്സേജ് സിഗ്നൽ കുറവും കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് കൂടുതൽ, അല്ലെ? in AM most of it is carrier which does not carry any useful information. പക്ഷേ FM എന്ന് പറയുമ്പോഴോ all transmitted power in FM is useful. Clear? അതേപോലെ FM is highly immune to noise due to the following reasons.
ഈ FM കേൾക്കുന്ന സമയത്തെ ഒരു ഇറിറ്റേഷൻ തോന്നത്തില്ല, ഒരു കരകരപ്പൊന്നും തോന്നത്തില്ല. പക്ഷെ പഴയ റേഡിയോ ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഭയങ്കര കരകരപ്പായിരിക്കും. കാരണം AM-ൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നോയ്സ് കൂടുതലായിരിക്കും, ഫ്രീക്വൻസി മോഡുലേഷനിൽ നോയ്സ് കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷൻ ഈസ് ഹൈലി ഇമ്മ്യൂൺ ടു നോയ്സ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. എന്തൊക്കെയാണ്? ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ FM റിസീവേഴ്സ് which remove any amplitude variation occurred due to noise. അതായത് ഈ ഫ്രീക്വൻസി മോഡുലേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഫ്രീക്വൻസി മോഡുലേഷൻ റിസീവേഴ്സിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. FM-ൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഈ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ് ടാ, ഹലോ, ക്ലാസ്സിലാടാ, ക്ലാസ്സിലാ, ലൈവിലാ. ഓക്കെ ഓക്കെ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് എവിടെ യൂസ് ചെയ്യുന്നു? FM റിസീവേഴ്സിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. എന്തിനാണ് ഈ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? which remove any amplitude variation occurred due to noise. നോയ്സ് കാരണം എന്തെങ്കിലും ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. എവിടെ? FM റിസീവേഴ്സിൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതേപോലെ FM ഈസ് യൂസ്ഡ് VHF. VHF എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഹൈ ഫ്രീക്വൻസി, വെരി ഹൈ ഫ്രീക്വൻസി. അതേപോലെ UHF എന്ന് പറഞ്ഞാൽ അൾട്രാ ഹൈ ഫ്രീക്വൻസി. ഓക്കെ, നിങ്ങൾ പഠിച്ചാലും മതി. ഓക്കെ, അപ്പൊ FM ഈസ് യൂസ്ഡ് ഇൻ VHF ആൻഡ് UHF റേഞ്ച് വേർ നോയ്സ് ഈസ് ലെസ്. ഓക്കെ, അപ്പൊ FM എന്ന് പറയുന്നത് വെരി ഹൈ ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അവിടെ നോയ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. AM എന്ന് പറയുന്നത് അവിടെയല്ല, MF ആൻഡ് HF റേഞ്ച്, അതായത് മീഡിയം ഫ്രീക്വൻസി ആൻഡ് ഹൈ ഫ്രീക്വൻസി റേഞ്ചിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? AM യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റേഞ്ച് ഇൻ വിച്ച് നോയ്സ് ഈസ് മോർ. ക്ലിയർ ആണോ? അതായത് MF-ലും HF റേഞ്ചിലും, അതായത് മീഡിയം ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ നോയ്സ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഈ MF-ഉം HF യൂസ് ചെയ്യുന്ന ആരാ? AM. പക്ഷെ FM എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ VHF ആൻഡ് UHF, വെരി ഹൈ ഫ്രീക്വൻസി ആൻഡ് അൾട്രാ ഹൈ ഫ്രീക്വൻസി. അവിടെ എന്തില്ല? നോയ്സ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ ഫ്രീക്വൻസി കുറയുമ്പോൾ നോയ്സ് കൂടുതലും എന്നാൽ അൾട്രാ ഹൈ ഫ്രീക്വൻസി ഒക്കെ ആവുന്ന സമയത്ത് നോയ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. നോയ്സ് എവിടെയാണോ കുറവ് അത് FM-ഉം, നോയ്സ് എവിടെയാണോ കൂടുതൽ അത് AM-ഉം. AM പഴയതാണ്, FM പുതിയതാണ്. ഓക്കെ, ഇങ്ങനെ കമ്പാരിസൺ ചെയ്ത് പഠിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, ഇന്ന ഡൗട്ടിന് ചോദിക്കട്ടോ. അടുത്ത്, ഇൻ FM there is a God band between adjacent channels so that co-channel interference is less. FM-ൽ ഈ അഡ്ജസന്റ് ചാനൽസിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഒരു ഗോഡ് ബാൻഡ് ഉണ്ട്. ഓക്കെ, ഈ ഗോഡ് ബാൻഡ് ഉള്ളത് കാരണം എന്താ? ഇന്റർഫെറൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, FM-ൽ ശ്രദ്ധിക്കുക, FM-ൽ അഡ്ജസന്റ് ചാനൽസിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഗോഡ് ബാൻഡ് ഉള്ളത് കൊണ്ട് അവിടെ ഇന്റർഫെറൻസ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. In FM, only a fraction of audio power is required to produce 100% modulation, while a larger power is required in AM. അതായത് 100% മോഡുലേഷൻ നടക്കാനായിട്ട് FM-ൽ വളരെ കുറച്ച് പവർ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ AM-ലെ മോഡുലേഷൻ 100% മോഡുലേഷൻ നടക്കാനായിട്ട് ഒത്തിരി ലാർജർ പവർ ആവശ്യമുണ്ട്. ഓക്കെ, the amplitude of FM wave remains constant, which is independent of modulation index, whereas in AM it is dependent on modulation index. എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ്? എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ് അറിയാമോ? മോഡുലേഷൻ ഇൻഡെക്സ് is denoted by M. It is the ratio of EM to EC. Okay, EM EC എന്ന് പറയുമ്പോൾ എന്താണ്? EM എന്ന് പറയുമ്പോൾ മെസ്സേജ് സിഗ്നലിന്റെ പീക്ക് വാല്യൂവും EC എന്ന് പറയുമ്പോൾ കാരിയർ വേവിന്റെ പീക്ക് വാല്യൂ ആണ്. ഇതിന്റെ റേഷ്യോ നമ്മൾ പറഞ്ഞ പേരാണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയും. എന്ത് പറയും? മോഡുലേഷൻ ഇൻഡെക്സ്. അതാണ് എന്തെന്ന് പറയുന്നത്? മോഡുലേഷൻ
index. Clear ആണോടാ? Clear ആണോ? Yes, okay. Okay. അപ്പോൾ എന്താണ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് FM വേവ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൂടാതെ മോഡുലേഷൻ ഇൻഡെക്സിന് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, പക്ഷേ AM ന്റെ കേസ് എടുക്കുമ്പോഴോ AM എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ഓൺ മോഡുലേഷൻ ഇൻഡെക്സ്, അല്ലെങ്കിൽ AM ഡിപ്പെൻഡ്സ് ഓൺ മോഡുലേഷൻ ഇൻഡെക്സ്. FM does not depend. FM എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സിന് ഇൻഡിപെൻഡന്റ് ആണ്. കൂടാതെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ FM വേവ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, ശരി, അടുത്ത് പോവാം. അടുത്ത് ഈ പറയുന്ന FM-നെ കുറിച്ച് FM-നെ കുറിച്ച് പറഞ്ഞു FM-നെ ടോപ്പാക്കി. ഇനി FM-ന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്തൊക്കെയാണ് FM-ന്റെ ഡിസഡ്വാൻറ്റേജസ്? ഇത്രയും പറഞ്ഞത് മുഴുവൻ FM-നെ പുകഴ്ത്തി പറഞ്ഞ് AM-ന്റെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, പക്ഷേ FM-നും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, വെൽവെറ്റ് തണ്ട് ചോദിക്കുന്നുണ്ട്, സർ വാട്ട് ഈസ് ഗോഡ് ബാൻഡ്? ഗോഡ് ബാൻഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് അൺയൂസ്ഡ് ഫ്രീക്വൻസി ബാൻഡ്സിനെ, നമ്മൾ യൂസ് ചെയ്യാത്ത ഫ്രീക്വൻസി ബാൻഡ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഗോഡ് ബാൻഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഗോഡ് ബാൻഡ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ലടാ, ദാറ്റ് ഈസ് അൺയൂസ്ഡ് ഫ്രീക്വൻസി ബാൻഡ്സ് നമ്മൾ പറഞ്ഞ പേരാണ് ഗോഡ് ബാൻഡ്സ് എന്ന് പറയാം കേട്ടോ. അൺയൂസ്ഡ് ഫ്രീക്വൻസി ബാൻഡ്സ് നമ്മൾ പറഞ്ഞ പേരാണ് ഗോഡ് ബാൻഡ്സ് എന്ന് പറയാം. ക്ലിയർ? ഓക്കെ, ശരി. അപ്പൊ എന്താണ് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷന്റെ ഡിസഡ്വാൻറ്റേജസ്? FM requires much wider channel bandwidth requirement is very high compared to AM. ഈ ചാനൽ വൈഡർ ആകുമ്പോൾ, ചാനൽ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ചാനൽ എന്ന് പറയുന്നത് വൈഡർ ആകുമ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് കൂടും. പഠിച്ചോണേ, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് കൂടും. എന്താണ് ഈ ബാൻഡ് വിഡ്ത്ത്? വാട്ട് ഈസ് കോൾഡ് ബാൻഡ് വിഡ്ത്ത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ടോട്ടൽ റേഞ്ച് ഓഫ് frequency requires to pass a message signal. Okay, അതായത് ബാൻഡ് വിഡ്ത്ത് നമ്മൾ അതായത് സിംപ്ലി ഇത്രേ ഉള്ളൂടാ. അതായത് ഒരു പൈപ്പിന്റെ ചെറിയ മൗത്തും ഒരു വലിയ PVC പൈപ്പിന്റെ വലിയ മൗത്തും അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒരു ചെറിയ ടാപ്പില്ലേ, ടാപ്പ് നിങ്ങളുടെ വീട്ടിലെ കിച്ചണിലൊക്കെ ഉള്ള ടാപ്പില്ലേ, അതിന്റെ മൗത്ത് വളരെ ചെറുതായിരിക്കില്ലേ, PVC പൈപ്പിന്റെ മൗത്ത് വലുതായിരിക്കില്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. അത് തന്നെ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, അപ്പൊ എന്താ? FM റിക്വയർസ് മച്ച് വൈഡർ ചാനൽ, നല്ല വൈഡർ ആയിട്ടുള്ള ചാനൽ വേണം. ആർക്ക്? FM-ന്. ഓക്കെ, ഫോർ എക്സാമ്പിൾ PVC പൈപ്പ്. ഓക്കെ, അത്ര വൈഡർ ആയിട്ടുള്ള ചാനൽ വേണം. ഈ ചാനൽ വൈഡർ ആവുന്ന സമയത്ത് ബാൻഡ് വിഡ്ത്ത് റിക്വയർമെന്റ് എന്ന് പറയുന്നത് കൂടും അല്ലെ? ചാനൽ വൈഡർ ആവുന്ന സമയത്ത് ബാൻഡ് വിഡ്ത്ത് റിക്വയർമെന്റ് എന്ന് പറയുന്നത് കൂടും. അപ്പൊ എന്താണ് ബാൻഡ് വിഡ്ത്ത്? This is a total range of frequency requires to pass a message signal. Clear ആണോ? In FM അതേപോലെ FM-നാണ് ആക്ച്വലി എന്താ ഇത്രയും വലിയൊരു വൈഡർ ചാനൽ വേണ്ടത്. AM-ന് അത്ര വൈഡർ ചാനൽ വേണ്ട. അപ്പൊ AM-ന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും, FM-ന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് കൂടും. ഓക്കെ, ഇൻ FM കോംപ്ലക്സ് ആൻഡ് എക്സ്പെൻസീവ് ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവ് എക്യുപ്മെന്റ് ഇസ് റിക്വയർഡ്. അല്ലെ? ഇപ്പൊ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട്. പക്ഷേ AM-ന് അത് വേണ്ട.
AM അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്താ പറയാ ഒരു സിസ്റ്റം വേണ്ട. പക്ഷെ നമ്മുടെ FM-ന് അങ്ങനെയല്ല, കോംപ്ലക്സ് ആൻഡ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ആവശ്യമുണ്ട് കേട്ടോ. The area covered by FM is much smaller than AM. ഓക്കെ, FM കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവാണ്, AM കവർ ചെയ്യുന്ന ഏരിയ വളരെ കൂടുതലാണ്. ഓക്കെ, ആക്ച്വലി മോർ ഏരിയ കവർ ചെയ്യണം. ഓക്കെ, അതാണ് AM മോർ ഏരിയ കവർ ചെയ്യുന്നുണ്ട്, പക്ഷെ FM അത്ര മോർ ഏരിയ കവർ ചെയ്യുന്നില്ല. ഇറ്റ് ഓൺലി കവേഴ്സ് ലെസ് ഏരിയ. ഓക്കെ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഓക്കെ, സോ മോഡുലേഷൻ പഠിച്ചു. മോഡുലേഷൻ കഴിഞ്ഞ് ഡീമോഡുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പറഞ്ഞു അല്ലെ. എന്താണ് ഡീമോഡുലേഷൻ? റിവേഴ്സ് പ്രോസസ് ഓഫ് മോഡുലേഷൻ നമ്മൾ പറഞ്ഞ പേരാണ് ഡീമോഡുലേഷൻ എന്ന് പറയുക. അപ്പൊ ഡീമോഡുലേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡീമോഡുലേറ്റേഴ്സ് എന്ന് പറയുമ്പോഴും രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? AM ഡീമോഡുലേറ്റർ, FM ഡീമോഡുലേറ്റർ അല്ലെ. അപ്പൊ AM ഡീമോഡുലേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? Demodulator recovers the message signal from the modulated signal. അല്ലെ, ട്രാൻസ്മിഷൻ ചാനൽ വഴി മോഡുലേറ്റഡ് സിഗ്നൽ വരുന്ന സമയത്ത് നമ്മൾ റിസീവിംഗ് എൻഡിൽ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും മെസ്സേജ് സിഗ്നലിനെ മാത്രം വേർതിരിച്ചെടുക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഒരു അരിച്ചെടുക്കുന്നു. ഒരു അരിപ്പ് യൂസ് അരിച്ചെടുക്കുന്നത് പോലെയാ അല്ലെ. അപ്പം ഈ പറയുന്ന മോഡുലേറ്റഡ് സിഗ്നലിൽ നിന്നും മെസ്സേജ് സിഗ്നൽ മാത്രമായിട്ട് ഞാൻ ഫിൽറ്റർ ചെയ്തെടുക്കുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡീമോഡുലേഷൻ. That process is called demodulation. Okay. ഇവിടെ നമ്മൾ AM ഡീമോഡുലേറ്ററിന്റെ ഒരു ഫിഗർ ഉണ്ട്. ഈ ഒരു സർക്യൂട്ട് ആണ്. ഈ സർക്യൂട്ട് പഠിക്കണം. ഇതാണ് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നതാണ്. ഇതിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? ഈ മെസ്സേജ് സിഗ്നലിനെ മാത്രം വേർതിരിച്ചെടുത്തു. ദാറ്റ് ഈസ് കോൾഡ് AM ഡീമോഡുലേറ്റർ. ദാറ്റ് ഈസ് കോൾഡ് AM ഡീമോഡുലേറ്റർ. അപ്പോൾ ഈ സർക്യൂട്ട് പഠിക്കണേ കേട്ടോ. ഇതെന്താ സംഭവം നോക്കിയേ. ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്, അതേപോലെ കപ്പാസിറ്റർ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എന്തായിട്ട് കിട്ടുന്നു? മെസ്സേജ് സിഗ്നൽ മാത്രമായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, സോ ഈ സർക്യൂട്ട് പഠിക്കുക. ഇവിടെ 3 കമ്പോണൻസ് ആണുള്ളത്. ഏതൊക്കെയാ? ഡയോഡും കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ. അപ്പോൾ ഇവിടെ ഡയോഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഡയോഡ് യൂസസ് ആസ് റെക്ടിഫയർ. നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഡയോഡ് റെക്ടിഫൈസ് ദ നെഗറ്റീവ് സൈക്കിൾസ് ഓഫ് ദ AM ഇൻപുട്ട് അറ്റ് ഈച്ച് പോസിറ്റീവ് പീക്ക് ഓഫ് AM ഇൻപുട്ട്. കപ്പാസിറ്റർ സി ചാർജസ് ടു പീക്ക് ഇൻപുട്ട് വോൾട്ടേജ് അല്ലെ. ഈ ഡയോഡ് എന്ത് ചെയ്യുന്നു? ഈ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു? റെക്ടിഫൈ ചെയ്ത ശേഷം ഈ സിഗ്നൽ ഇവിടെ ഇതെന്ന് പറയാം, എവിടെ പോവും? കപ്പാസിറ്ററിൽ പോവും. കപ്പാസിറ്ററിൽ പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? യെസ്, കപ്പാസിറ്റർ സി ചാർജസ് ടു പീക്ക് ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, കപ്പാസിറ്റർ സി എന്ന് പറയുന്നത് പീക്ക് ഇൻപുട്ട് വോൾട്ടേജിലോട്ട് ചാർജ് ചെയ്യുന്നു. ബിറ്റ്വീൻ ദ പീക്സ് കപ്പാസിറ്റർ ഡിസ്ചാർജ് സ്ലൈറ്റ്ലി ത്രൂ റെസിസ്റ്റർ ആർ ബട്ട് റീചാർജസ് ഡ്യൂറിംഗ് ദ നെക്സ്റ്റ് പീക്ക്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഈ റെസിസ്റ്ററിൽ കൂടെ എന്ത് ചെയ്യുന്നു? റെസിസ്റ്റർ കൂടെ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് വീണ്ടും എന്താകും? ഇറ്റ് റീചാർജസ് ഡ്യൂറിംഗ് നെക്സ്റ്റ് പീക്ക്. ഇതെങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു പീക്കിൽ എന്ത് ചെയ്യുന്നു? പീക്ക് വോൾട്ടേജിലോട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ആകുന്നു. അത് കഴിഞ്ഞ് റെസിസ്റ്ററിന് വഴി എന്ത് ചെയ്യുന്നു? കുറച്ച് ചാർജ് എന്ത് ചെയ്യുന്നു? പുറത്ത് കളയുന്നു. ഓക്കെ, ഡിസ്ചാർജ് ചെയ്യുന്നു. എഗെയിൻ എന്ത് ചെയ്യുന്നു? ചാർജ് ആകുന്നു, ദെൻ ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, as a result the envelope of the AM wave is obtained at the output of the detector. This circuit is called an envelope detector. ഇത് കാരണമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ മെസ്സേജ് സിഗ്നൽ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ the envelope of the AM wave is obtained at the output of the detector. ഈ സർക്യൂട്ട് നമ്മൾ പറഞ്ഞ പേരാണ് envelope detector എന്ന് പറയും. envelope detector എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് FM ഡീമോഡുലേറ്റർ? FM ഡീമോഡുലേറ്റർ എന്ന് പറയുമ്പോഴും ഈ രണ്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ AM ഇൻപുട്ട് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോമർ ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ആരാ? ഒരു ട്രാൻസ്ഫോമറിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഫങ്ഷൻ ഓഫ് FM ഡീമോഡുലേറ്റർ ഈസ് ടു കൺവേർട്ട്
the variation in the frequency of incoming modulated signal into amplitude variations. Clear ആണോ? അതായത് എന്താണാവോ FM demodulatorന്റെ പണി എന്ന് പറയുന്നത്? To convert the variation in the frequency of incoming modulated signal, അല്ലേ? ഇൻകമിംഗ് മോഡുലേറ്റഡ് സിഗ്നൽ ഉള്ള ഫ്രീക്വൻസിയിലുള്ള വേരിയേഷനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് FM demodulator. Okay. The circuit is identical to that of an AM detector except that an IF transformer is used at its input side. ഇവിടെ AM എന്താണ് AM മോഡുലേറ്ററിൽ നമ്മൾ ഇവിടെ ആക്ച്വലി ഇൻപുട്ടിൽ AM മോഡുലേറ്റ് സിഗ്നൽ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എന്താ, ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ആണ് കൊടുക്കുന്നത്. എന്ത് ട്രാൻസ്ഫോമർ? IF ട്രാൻസ്ഫോമർ. വാട്ട് ഇസ് കോൾഡ് IF ട്രാൻസ്ഫോമർ? എന്താണ് IF ട്രാൻസ്ഫോമർ എന്ന് അറിയാമോ? വാട്ട് ഇസ് കോൾഡ് IF ട്രാൻസ്ഫോമർ? IF ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ IF എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ കേട്ടോ. IF എന്ന് പറയുമ്പോൾ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ കേട്ടോ. സർ അപ്പോൾ ഡീമോഡുലേറ്റർ ഈസ് ബേസിക്കലി എ ഹാഫ് വേവ് റെക്ടിഫയർ. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു ഡയോഡാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? റെക്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഒരു പരിധി വരെയൊക്കെ റെഡിയാ. ഓക്കെ, പക്ഷെ കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ശരി. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞോ? നമ്മുടെ ഡീമോഡുലേഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബേസിക്സ് കഴിഞ്ഞു. അപ്പൊ ഇത്രയും പഠിക്കണം. മോഡുലേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഫിഗർ പഠിച്ചിരിക്കണം. അതേപോലെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഡീമോഡുലേറ്ററും FM ഡീമോഡുലേറ്ററും പഠിച്ചിരിക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സും പഠിച്ചിരിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. സോ മനസ്സിലായെങ്കിൽ പ്ലീസ് ചാറ്റ് ബോക്സിൽ പറയുക. അതുൽ കൃഷ്ണൻ TS. ഓക്കെ, ഗുഡ്, മനസ്സിലായി. ശരി, അപ്പോ ചാറ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ എന്തെങ്കിലും അറിയായിരുന്നോ? നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മൊഡ്യൂൾ ആണോ? അതറിയട്ടെ ആദ്യം. സിമ്പിൾ ആണോ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ? ടഫാണല്ലേ ഗൗതം കൃഷ്ണ? അത് പല കുട്ടികൾക്കും കമ്മ്യൂണിക്കേഷൻ ടഫ് കേട്ടോ. അതെന്താ? മനസ്സിലാക്കി പഠിക്കാത്തതുകൊണ്ടാ. മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിളാണ്. അതുൽ കൃഷ്ണൻ TS ബെറ്റർ. ഓക്കെ, പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തും എനിക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ആദ്യമൊക്കെ മനസ്സിലാവത്തില്ല കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ആദ്യമൊക്കെ ഭയങ്കര ടഫ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് പഠിച്ചു തുടങ്ങിയ ശേഷമാണ് അതിൻ്റെ ഒരു രസം എനിക്ക് കിട്ടിയത്. നല്ല രസമായി. ഈസിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് എനിക്ക് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇഷ്ടം. കമ്മ്യൂണിക്കേഷനിൽ ഈസിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് 3 മൊഡ്യൂൾസേ ഉള്ളൂ. വളരെ ചെറിയ മൊഡ്യൂൾസാണ്. പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 4 മൊഡ്യൂൾസ് ഉണ്ടായിരുന്നു. വലിയ മൊഡ്യൂൾസ്, കുറെ പഠിക്കണ്ടായിരുന്നു അതിൽ. ഓക്കെ, റെഡി അല്ലേ? അടുത്ത ടോപ്പിക്കിലോട്ട് പോകട്ടെ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ. എന്താണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ? വാട്ട് ഈസ് കോൾഡ് റേഡിയോ? റേഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന FM റേഡിയോ അല്ല. എന്താണ് റേഡിയോ? അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെ? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് വേവ്സിനെ അതിന്റെ വേവ് ലെങ്തിന്റെയും ഫ്രീക്വൻസിയുടെയും ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെന്റ് നമ്മൾ പറഞ്ഞ പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ
Okay. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ 7 ഡിഫറെന്റ് റേഡിയേഷൻസ് ആണ് ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് അറിയാലോ അല്ലെ. ഇപ്പോ റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, എക്സ്റേസ്, അങ്ങനെ കുറെ വേവ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കതിൽ പഠിക്കാനുള്ളത് റേഡിയോ വേവ്സിനെ കുറിച്ചാണ്. എന്താണ് റേഡിയോ വേവ്സ്? റേഡിയോ വേവ്സിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യാൻ പറ്റിയ വേവ്സ് ആണ് എന്തെന്ന് പറയുന്നത് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റേഡിയോ വേവ്സ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യാൻ പറ്റിയ വേവ്സ് ആണ് എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് പഠിക്കുക. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് റേഡിയോ വേവ്സ്? ദാറ്റ് ഈസ് 30 Hz to 300 GHz ആണ് കേട്ടോ. 30 Hz to 300 GHz ആണ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചതുപോലെ തന്നെയാ. എന്ത് കമ്മ്യൂണിക്കേഷൻ ആയാലും, റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആയാലും, മൈക്രോവേവ് വെച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും, എന്ത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയാൽ പോലും അവിടെ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാ? ട്രാൻസ്മിറ്ററും റിസീവറും. എന്തൊക്കെയാണ്? ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. ഓക്കെ, ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്നു? ഇറ്റ് ജനറേറ്റ് റേഡിയോ വേവ്സ്. ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്നു? ഇറ്റ് ജനറേറ്റ് റേഡിയോ വേവ്സ്. ക്ലിയർ ആണോ? ബൈ യൂസിങ് ആന്റിന. ബൈ യൂസിങ് ആന്റിന. ആന്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് പഠിക്കാൻ കേട്ടോ, പഠിക്കാം. റിസീവർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് റിസീവ്സ് റേഡിയോ വേവ്സ് by using antenna. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ട്രാൻസ്മിറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ജനറേറ്റ് റേഡിയോ വേവ്സ് യൂസിങ് ആന്റിന. റിസീവർ എന്ന് പറയുമ്പോൾ ഇറ്റ് റിസീവ്സ് റേഡിയോ വേവ്സ് യൂസിങ് ആന്റിന. ആൻഡ് വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് റേഡിയോ വേവ്സ്? അല്ലെങ്കിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാ? റേഡിയോ ആൻഡ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെ. ഫോർ എക്സാമ്പിൾ, വീട്ടിലിരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഏഷ്യാനെറ്റ് കാണുന്നില്ലേ? അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? അവിടെ ആക്ച്വലി റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആണ്. റേഡിയോ വേവ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ വീടുകളിൽ അത് റിസീവ് ചെയ്യുന്നു. ഓക്കെ, ദെൻ മൊബൈൽ ഫോൺസ്. ഇവിടെ നിന്നും ഞാൻ നിങ്ങളെ വിളിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എൻക്വയറി വരുന്ന സമയത്ത് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കാം, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അവിടെ ആക്ച്വലി നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ വയ റേഡിയോ വേവ്സ്. മനസ്സിലാകുന്നുണ്ടോ? അവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ വയർലെസ് നെറ്റ്വർക്കിംഗ്, റഡാർ, റേഡിയോ നേവിഗേഷൻ, റിമോട്ട് സെൻസിങ്, ഇതെല്ലാം എന്ത് തന്നെയാണ് നടക്കുന്നത്? നമ്മുടെ റേഡിയോ വേവ്സിന്റെ അല്ലെങ്കിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസ് ആണ്. ക്ലിയർ ആണോ? അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു, റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ 2 കാര്യങ്ങളുണ്ട്. ട്രാൻസ്മിറ്റർ ഉണ്ട്, റിസീവർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയോ ട്രാൻസ്മിറ്ററിനെ കുറിച്ചും റേഡിയോ റിസീവറിനെ കുറിച്ചും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ? എന്നാൽ നോക്കിക്കോളൂ, എന്താണ് റേഡിയോ ട്രാൻസ്മിറ്റർ? എന്താണ് റേഡിയോ ട്രാൻസ്മിറ്റർ? നമുക്ക് നോക്കാം. റേഡിയോ ട്രാൻസ്മിറ്റർ. ഈ റേഡിയോ ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ്സ് ഇൻഫോർമേഷൻ ഇൻ ദ ഫോം ഓഫ് റേഡിയോ വേവ്സ്. അറിയാലോ മക്കളെ, റേഡിയോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് റേഡിയോ വേവ്സ് ആണ്. ഹൈ ഫ്രീക്വൻസി വേവ്സ് കോൾഡ് കാരിയർ വേവ്സ് are generated in a radio transmitter system. ഈ റേഡിയോ ട്രാൻസ്മിറ്റർ സിസ്റ്റത്തിൽ എന്ത് ജനറേറ്റ് ചെയ്യുന്നു? ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ്സ് ജനറേറ്റ് ചെയ്യുന്നു. These carrier waves are modulated by the message signal to be transmitted.
ഈ കാരിയർ വേവ്സിനെ മെസ്സേജ് സിഗ്നൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡുലേറ്റ് ചെയ്യുന്നു. മെസ്സേജ് സിഗ്നൽ കാരിയർ വേവ്സും കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നു? മോഡുലേറ്റ് ചെയ്യുന്നു. The modulated signal is then fed to suitable antennas for radiation. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മോഡുലേഷൻ സിഗ്നൽ ആണ്, മോഡുലേറ്റഡ് സിഗ്നൽ ആണ് ആന്റിനാസ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോടാ? മനസ്സിലായോ? അപ്പൊ റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോ എന്താണ്? ഹൈ ഫ്രീക്വൻസി വേവ്സ് കോൾ കാരിയർ വേവ്സിനെ, കാരിയർ വേവ്സും മെസ്സേജ് സിഗ്നൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡുലേറ്റ് ചെയ്ത ശേഷം ആന്റിനാസ് വഴി എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇത്രയുള്ള പരിപാടി. ഓക്കെ, സോ AM ട്രാൻസ്മിറ്റർ. ഓക്കെ, അപ്പൊ റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. AM ട്രാൻസ്മിറ്ററും പഠിക്കാനുണ്ട്, FM ട്രാൻസ്മിറ്ററും പഠിക്കാനുണ്ട്. ഓക്കെ, AM ട്രാൻസ്മിറ്റർ ആൻഡ് FM ട്രാൻസ്മിറ്റർ. അത് കഴിഞ്ഞ് AM റിസീവറും FM റിസീവറും പഠിക്കണം. അപ്പൊ ട്രാൻസ്മിറ്റർ കഴിഞ്ഞ് നമുക്ക് റിസീവറിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് AM ട്രാൻസ്മിറ്റർ. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ സീരിയസ്ലി പറയാം. ട്രാൻസ്മിറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എല്ലാം ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാണ്ട് പോകരുതേ ദയവേത്. ഓക്കെ, അപ്പം ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ സാധനം വരച്ചു വെച്ചാൽ മാത്രം കിട്ടും മാർക്ക്. മനസ്സിലാവുന്നുണ്ട്? ഫുൾ മാർക്ക് കിട്ടൂല, എന്നാലും കുറച്ച് കിട്ടും. ഈ സാധനം വരച്ചു വെച്ചിട്ട്, കറക്റ്റായിട്ട് വരച്ചു വെച്ചിട്ട് വെറുതെ കുറെ കഥ എഴുതിയാൽ പോലും ആരും വായിച്ചു നോക്കൂല. കേട്ടോ? മാർക്ക് കിട്ടും. അതായത് ഇത്രയും എഴുതി വെച്ചിട്ട് വെറുതെ എന്താണ് AF ആംപ്ലിഫയർ, എന്താണ് AM മോഡുലേറ്റർ, എന്താണ് RF പവർ ആംപ്ലിഫയർ, എന്താണ് ഈ ഓസിലേറ്റർ, എന്താണ് ഈ ആന്റിന, എന്താണ് മൈക്രോഫോൺ, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇത്രയും എഴുതിയാൽ മതി, ഫുൾ മാർക്കാവും. ഓക്കെ, അതായത് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് ഇതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ എഴുതുക, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ ഫംഗ്ഷൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഈ ഒരു സാധനം വരച്ചു പഠിച്ചു പോയിട്ട് വെറുതെ ഗ്യാസ് എഴുതിയാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കഥ എഴുതിയാൽ മതി, വെറുതെ എന്തെങ്കിലും കഥ എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. ഓക്കെ, പക്ഷെ അങ്ങനെ എഴുതരുത്, ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഇനി അത് പഠിച്ചില്ലെങ്കിൽ ഇതെങ്കിലും പഠിച്ചു പോകും. ഓക്കെ, ശരി. അപ്പൊ AM ട്രാൻസ്മിറ്ററിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ബ്ലോക്സ് എന്ന് പറയുന്നത് നോക്കിക്കേ. മൈക്രോഫോൺ ഉണ്ടാവും, ദെൻ AF ആംപ്ലിഫയർ, എല്ലാം പറഞ്ഞുതരാം കേട്ടോ. AF എന്താണൊക്കെ പറഞ്ഞുതരാം. AF ആംപ്ലിഫയർ കഴിഞ്ഞാൽ AM മോഡുലേറ്റർ, അങ്ങോട്ടേക്ക് ഓസിലേറ്റർ, പിന്നെ RF പവർ ആംപ്ലിഫയർ, ദെൻ ആന്റിന. അപ്പോ മൈക്രോഫോണിൽ പറയുന്ന കാര്യങ്ങൾ ആന്റിന വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വരെയുള്ള ആൾക്കാരാ ഇവന്മാരുടെ പരിപാടി എന്താ നോക്കണ്ടേ? നോക്കാം. The microphone converts sound wave into electrical signals. മൈക്രോഫോൺ നമുക്ക് അറിയുന്ന കേസാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ സൗണ്ട് വേവ്സ് എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 Hz to 20 kHz ആയിരിക്കും. These signals are amplified by the audio frequency amplifier. The audio signal is modulated by the carrier signal generated by the oscillator. ശ്രദ്ധിക്കുക, അടുത്തിവിടെ ആരാ ഉള്ളത്? AF ആംപ്ലിഫയറും AM മോഡുലേറ്ററും ഓസിലേറ്ററും. ഇവന്മാരെ 3 പേരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മൈക്രോഫോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ ഇവന്മാർ 3 പേരാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവരിലോട്ട് പോകാം. മൈക്രോഫോൺ എന്ത് ചെയ്യുന്നു? സൗണ്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത ശേഷം ഈ AF ആംപ്ലിഫയർ എന്താണ്? AF ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സിഗ്നൽസിനെ, അതായത് ഈ മൈക്കിൽ നിന്നും വന്നിട്ട് കൺവേർട്ട് ആയ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഈ ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ യൂസ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിനെ അടുത്ത് നമ്മൾ അയക്കുന്നത് AM മോഡുലേറ്ററിലാണ്. അടുത്ത് അയക്കുന്നത് AM മോഡുലേറ്ററിലാണ്. അവിടെ ആക്ച്വലി എന്താ? വാട്ട് ഇസ് കോൾഡ് AM മോഡുലേറ്റർ? AM മോഡുലേറ്റർ. മോഡുലേറ്റർ എന്ന് പറയുമ്പോഴേ നമുക്ക് അറിയണം മോഡുലേഷൻ ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മെസ്സേജ് സിഗ്നൽ കാരിയർ വേവുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു, അല്ലെ? അതാണ് പറയുന്നത് the audio signal is modulated by the carrier signal generated by the oscillator. അതായത് ഈ പറയുന്ന AF എന്ന് പറയുന്ന AF ആംപ്ലിഫയർ, അതായത് ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ എന്താ സംഭവിക്കുന്നു? നമ്മുടെ മൈക്കിൽ നിന്നുള്ള സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. എന്നിട്ട് നേരെ AM മോഡുലേറ്ററിൽ വിടും. ഈ AM മോഡുലേറ്ററിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? മോഡുലേഷൻ സംഭവിക്കുന്നത്.
അപ്പൊ ആക്ച്വലി ഇവിടെ നിന്നുള്ള മെസ്സേജ് സിഗ്നൽ മാത്രമേ ഇവിടെ ഉള്ളൂ. മോഡുലേഷൻ ചെയ്യണമെങ്കിൽ ആര് വേണം? കാരിയർ വേവ് വേണം. ഈ കാരിയർ വേവിനെ സപ്ലൈ ചെയ്യുന്നത് ആരാ? ഓസിലേറ്റർ. മനസ്സിലായോ? ഈ കാരിയർ വേവിനെ കൊടുക്കുന്നതാണ് ഓസിലേറ്റർ. സോ കാരിയർ വേവിനെ ഓസിലേറ്റർ കൊടുത്തിട്ട് ഈ AM മോഡുലേറ്ററിന്റെ അവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നു? ഈ മെസ്സേജ് സിഗ്നലും കാരിയർ സിഗ്നലും കൂടെ ചേർന്ന് എന്ത് സംഭവിക്കുന്നു? മോഡുലേഷൻ സംഭവിക്കും. എന്നിട്ട് ഈ മോഡുലേറ്റഡ് സിഗ്നൽ എങ്ങോട്ട് പോകും? RF പവർ ആംപ്ലിഫയറിലോട്ട് പോകും. Okay, but the low power modulated carrier is boosted in amplitude by the radio frequency power amplifier. The antenna produces an electromagnetic wave which is radiated into space. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പോ എന്താണ് നമ്മുടെ RF പവർ ആംപ്ലിഫയർ എന്താ ചെയ്യുക? അതായത് the low power modulated carrier എന്ന് പറയുന്നത് is boosted in amplitude by the radio frequency power amplifier. അത് കഴിഞ്ഞാൽ ആന്റിന വഴി എന്ത് ചെയ്യുന്നു? റേഡിയോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ ജനറേറ്റ് ചെയ്യുകയും ആന്റിന വഴി പുറത്തോട്ട് സ്പേസിലോട്ട് എന്ത് ചെയ്യുന്നു? സ്പേസ് എന്ന് ബഹിരാകാശമല്ല, അല്ലാതെ സ്പേസ് നമ്മള് ഇതൊക്കെ സ്പേസ് അല്ലേ, അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? ഈ വേവിനെ വിടുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ പരിപാടി. മനസ്സിലായോ? AM ട്രാൻസ്മിറ്റർ മനസ്സിലായോ? ചാറ്റ് ബോക്സിൽ പറയുക. മനസ്സിലായി? ഓക്കെ. സാർ ഓസിലേറ്റർ അപ്പൊ എന്താ ചെയ്യാം? ഓസിലേറ്റർ എന്താ ചെയ്യുന്നത്? ഇതാ ഓസിലേറ്റർ എഴുതിയിട്ടുണ്ടല്ലോ. The audio signal is modulated by the carrier signal generated by the oscillator. അല്ലേ? അപ്പൊ ഈ മോഡുലേഷൻ നടക്കുന്നെങ്കിൽ മോഡുലേഷൻ സഫിൻ അതായത് മൈക്രോഫോണിൽ നിന്ന് വരുന്ന സിഗ്നലിനെ എന്ത് ചെയ്യുന്നു? ഈ ഓസിലേറ്റർ എന്ത് ചെയ്യുന്നു? ഈ ഓസിലേറ്റർ കാരിയർ സിഗ്നലിനെ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ മെസ്സേജ് സിഗ്നലും കാരിയർ സിഗ്നലും കൂടെ ഇവിടെ നിന്ന് സംഭവിക്കും? മോഡുലേറ്റ് ആകും. ഓക്കെ, കമ്പൈൻ ചെയ്ത് മോഡുലേഷൻ സംഭവിക്കും. ക്ലിയർ ആണോ? വെൽവെറ്റ് പറയൂ. ക്ലിയർ ആണോ? ഈ ഒരു ലൈൻ വായിക്കുക. The audio signal is modulated by the carrier signal generated by the oscillator. കാരിയർ സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കാരിയർ വേവിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, റെഡി. അടുത്തെന്ന് പറയുന്നത് FM ട്രാൻസ്മിറ്റർ. എന്താണ് FM ട്രാൻസ്മിറ്റർ? അതായത് AM ട്രാൻസ്മിറ്റർ പോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നോക്കി, ഇവിടെ മൈക്രോഫോൺ, ഇവിടെ AF ആംപ്ലിഫയർ, ഇവിടെ AF ആംപ്ലിഫയർ, ഇവിടെ AM മോഡുലേറ്റർ, ഇവിടെ FM മോഡുലേറ്റർ. വ്യത്യാസം അതാ. അവിടെ AM മോഡുലേറ്റർ ആണ്, ഇവിടെ എന്താണ്? FM മോഡുലേറ്റർ ആണ്. ഓസിലേറ്റർ രണ്ട് സ്ഥലത്തും ഉണ്ട്. അതേപോലെ RF പവർ ആംപ്ലിഫയർ ഉണ്ട്. വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ. ഏതാ? AM മോഡുലേറ്റർ അവിടെ AM ട്രാൻസ്മിറ്ററിൽ AM മോഡുലേറ്റർ, FM ട്രാൻസ്മിറ്ററിൽ FM മോഡുലേറ്റർ. ഡിഫറൻസ് ഈ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് പഠിച്ചാൽ ഇത് പഠിക്കാം. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫംഗ്ഷനും പഠിച്ചൂടെ? എന്തായിരിക്കും? സിമ്പിൾ. മൈക്രോഫോൺ കൺവേർട്സ് സൗണ്ട് വേവ്സ് ഇൻടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. These electric signals are amplified by the audio frequency amplifier. രണ്ട് സ്ഥലത്തും സെയിം ആണ്. ഇത്രയും ഭാഗം സെയിം അല്ലേ? അത് കഴിഞ്ഞാൽ ഓസിലേറ്റർ ജനറേറ്റ്സ് ദ കാരിയർ ഫ്രീക്വൻസി
and the FM modulator varies the frequency of the oscillator according to the amplitude of the AF signal. Simply വേറെ ഒന്നുമില്ല, ഓസിലേറ്റർ എന്ത് ചെയ്യുന്നു, കാരിയർ വേവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, അപ്പൊ കാരിയർ വേവിനെ ജനറേറ്റ് ചെയ്യുന്നു. അതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ FM മോഡുലേറ്റർ വെച്ച് എന്ത് സംഭവിക്കുന്നു, ഫ്രീക്വൻസി മോഡുലേഷൻ നടക്കുന്നു. ഓക്കെ, കാരിയർ ഫ്രീക്വൻസി ഈസ് ഇൻ ദ 88 to 108 megahertz frequency modulation band. Okay, carrier frequency, carrier വേവിന്റെ ഫ്രീക്വൻസിയാണ് കൊടുത്തിരിക്കുന്നത് 88 to 108 megahertz. Amplitude limiter limits the amplitude variations of the modulated signal. നമുക്കറിയാം FM-ല് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ട്, ഓൾറെഡി നമ്മൾ പഠിച്ചു, ഓർക്കുന്നുണ്ടോ? എന്നാലും ഫംഗ്ഷനൊക്കെ പഠിച്ചതാ. ഇത് എന്ത് ചെയ്യുന്നു, ഇറ്റ് ലിമിറ്റ്സ് the amplitude variations of the modulated signal. The low power of the frequency modulated carrier is boosted by the RF power amplifier. RF power amplifier, RF എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി. RF എന്ന് പറയുമ്പോൾ ഈ RF എന്ന് പറയാൻ പഠിച്ചോണേ, RF എന്ന് പറയുമ്പോൾ റേഡിയോ ഫ്രീക്വൻസി പവർ ആംപ്ലിഫയർ ആണ്. സെയിം പരിപാടിയാടാ, സെയിം പരിപാടി രണ്ട് സ്ഥലത്തും. ഓക്കെ, the low power of the frequency modulated carrier is boosted by the RF power amplifier. The antenna is driven by the amplifier and produces electromagnetic wave and distributed to the space. Okay, ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? എളുപ്പമല്ലേ? AM ട്രാൻസ്മിറ്റർ FM ട്രാൻസ്മിറ്റർ ഇനി മറക്കുവോ? പറയൂ. എനിക്ക് ഉറപ്പാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ ആ ഒരു ഡിഫറൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ ആണോ? ചാറ്റ് ബോക്സിൽ പറയുക പ്ലീസ്. ഓക്കെ ആണ്, ക്ലിയർ? ഓക്കെടാ, യെസ് സർ, ഓക്കെ, ഓക്കെ, റെഡി. സിംപിളാ. അയ്യോ, ഇത് വെരി 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 വെരിയുടെ ഇൻഫിനിറ്റി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. AM സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ, വെരി 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 അങ്ങ് അറ്റത്തെ ഇൻഫിനിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് എന്തായാലും ചോദിക്കും, ഉറപ്പാ, 100%. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനില് പാർട്ട് ബിയില് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. നിങ്ങളുടെ വരാൻ പോകുന്ന സീരീസ് എക്സാമിന് 100% ഷുവറാണ് ഈ സാധനം ചോദിക്കും. 100%, ഞാൻ ഒന്നും കുറയ്ക്കുന്നില്ല, 100% ഷുവറായിട്ട് ഈ സാധനം ചോദിക്കും കേട്ടോ. പഠിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് AM സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ. എന്താണ് ഹെട്രോഡൈൻ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹെട്രോഡൈൻ? ഹെട്രോഡൈൻ, ഹെട്രോഡൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഹെട്രോഡൈൻ ഈസ് മിക്സിംഗ്. എന്താണ് മിക്സിംഗ്? ഓക്കെ, മിക്സിങ്ങിനെ നമ്മൾ എന്ന് പറയുന്നത് ഹെട്രോഡൈൻ എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. AM സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ എന്ന് പറയുന്നത് എന്താണ് നോക്കിയാലോ. ഈ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഈ സാധനം പഠിക്കാൻ, സിമ്പിളാ. ഒരു ആന്റിന ഉണ്ടാവും, റിസീവർ ആണല്ലോ, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ആന്റിന എന്ത് ചെയ്യുന്നു, സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്നു. ദെൻ RF ആംപ്ലിഫയറിലോട്ട് പോകും, അവിടെ നിന്ന് മിക്സർ, ഇവിടെ നിന്ന് ഒരു ലോക്കൽ ഓസിലേറ്റർ ഉണ്ട് കേട്ടോ. ലോക്കൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ മിക്സർ ഉണ്ട്. ദെൻ IF ആംപ്ലിഫയർ, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ. ദെൻ AM ഡീമോഡുലേറ്റർ, അവിടെ നിന്നും AF ഓഡിയോ ഫ്രീക്വൻസി പവർ ആംപ്ലിഫയർ. AF എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫ്രീക്വൻസി കേട്ടോ. ഫങ്ഷൻസ് പറഞ്ഞുതരാമേ. അത് കഴിഞ്ഞാൽ പുറത്ത് ലൗഡ് സ്പീക്കർ. ഓക്കെ, നോക്കിയാലോ സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ നോക്കിയാലോ. ഈ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കണം. ഈ ബ്ലോക്ക് ഡയഗ്രാമിന് 2 മാർക്ക് ഉണ്ട് കേട്ടോ. ഇതുവരെ വെച്ച് മാത്രം വരച്ച് വെച്ച 2 മാർക്സ് കിട്ടും. പണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്തിരുന്ന പരിപാടി എന്താണെന്ന് അറിയാമോ? ഇവർ എന്ത് ചെയ്യുന്നറിയാവോ, ഈ ബ്ലോക്ക് ഡയഗ്രാംസ് മാത്രം ബിറ്റ് വയ്ക്കുമായിരുന്നു, തുണ്ട് വയ്ക്കും. ഈ മോഡിൽ അങ്ങനെയാ. ഈ ബ്ലോക്ക് ഡയഗ്രാംസും ഒക്കെ എന്ത് ചെയ്യും, തുണ്ട് വെച്ചിട്ട് ഈ ബ്ലോക്ക് ഡയഗ്രാംസ് നോക്കി എന്ത് ചെയ്യും, അവർ എക്സാം പേപ്പറിൽ വരയ്ക്കും. എന്നിട്ട് കുറെ കഥ എഴുതും, പാസ്സാവും. അതായത് ബ്ലോക്ക് ഡയഗ്രാംസിന്റെ ഇമ്പോർട്ടൻസ് കേട്ടോ.
എന്നും പറഞ്ഞ ആരും ഇത് വെച്ചോണ്ട് നേരെ തുണ്ട് വെച്ച് പോവരുതേ, ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ. Yes, Velvet Thunder. Mixer is used to combine carrier and message signals. Mix ചെയ്യാൻ വേണ്ടിട്ടോ. നോക്കിയാലോ, ആദ്യം നമ്മുടെ ആന്റിനയാണ്. ദ ആന്റിന പിക്സ് അപ്പ് ദ മോഡുലേറ്റഡ് സിഗ്നൽസ് ഓഫ് സെവറൽ സ്റ്റേഷൻസ് വിച്ച് ആർ വിത്തിൻ ദ റിസീവിംഗ് റേഞ്ച് ഓഫ് ദ റേഡിയോ റിസീവർ. അതായത് ഇവിടെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് നോക്ക്, അതായത് ഇവിടെ ഒരു ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു ആന്റിന എന്ന് വെച്ചോ, ഞാനെന്ന് പറയുന്ന ഒരു ആന്റിനയാണ്. ഓക്കെ, ഈ ആന്റിനയിൽ കൂടെ വരുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലുള്ള സിഗ്നൽസ് ആയിരിക്കും. ശ്രദ്ധിക്കണം, ഈ ആന്റിന റിസീവ് ചെയ്യുന്നത് പറയുന്നത് പിക്സ് അപ്പ് ദ മോഡുലേറ്റഡ് സിഗ്നൽസ് ഓഫ് സെവറൽ സ്റ്റേഷൻസ്. പല സ്റ്റേഷൻസിലുള്ള സിഗ്നൽസ് ആണ് എവിടെ എത്തുന്നത്? ഈ ആന്റിനയിൽ എത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വിച്ച് ആർ വിത്തിൻ ദ റിസീവിംഗ് റേഞ്ച് ഓഫ് ദ റേഡിയോ റിസീവർ. ഓക്കെ, ആ ഒരു റേഞ്ചിലുള്ള പല സിഗ്നൽസും എവിടെ എത്തും? നമ്മുടെ ആന്റിനയിൽ എത്തും. ദ RF ആംപ്ലിഫയർ, ആദ്യത്തെ ആരാ? RF ആംപ്ലിഫയർ. അവൻ എന്താ പരിപാടി നോക്കാം. RF ആംപ്ലിഫയർ ഈസ് ട്യൂൺഡ് to the required incoming frequency and so it selects only the desired signal which while rejecting all other signals. RF amplifier also amplifies the incoming weak signal before it applied to the mixer. ശ്രദ്ധിക്കുക മക്കളെ, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു സാധാരണ റേഞ്ച് എന്ന് വെച്ചോ. ഇവിടെയാണ് ആരുള്ളത്? നമ്മുടെ ആന്റിന ഉള്ളത്. നമ്മുടെ ആന്റിന ഉള്ളത് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സിഗ്നൽസ് കയറി വരാറുണ്ട്. ഈ റേഞ്ചിന്റെ അകത്തുള്ള ഒരുപാട് സിഗ്നൽസ് എവിടെ വരും? ഈ ആന്റിനയിൽ കയറി വരും. പക്ഷേ നമുക്ക് എല്ലാ സിഗ്നൽസിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ചില സിഗ്നൽസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ആവശ്യമുള്ളത്, കാരണം ഇപ്പൊ എന്റെ ചുറ്റും എത്രമാത്രം റേഡിയോ വേവ്സാ പോകുന്നത്. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ എന്റെ ഫോണിൽ കൂടെ എന്താ, ഇപ്പൊ എന്റെ കോളിൽ ഇപ്പൊ ഞാൻ കോളിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ റേഡിയോ വേവ്സ് വരുന്നുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഇവിടെ നിന്ന് കോൾ ചെയ്ത് സംസാരിക്കുന്നെങ്കിൽ അതിൽ റേഡിയോ വേവ്സ് ഉണ്ട് അല്ലെ. ഒരു 5 പേരോട് സംസാരിക്കുന്ന സമയത്ത് അവിടെ ആക്ച്വലി എന്താ ഡിഫറെന്റ് റേഡിയോ വേവ്സ് അല്ലേ വരുന്നത്. എന്നും പറഞ്ഞ് ഈ ഫോണിൽ കൂടെ ഞാൻ എല്ലാവരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഈ ഫോണിൽ കൂടെ ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അയാളോട് മാത്രമാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എന്റെ ഫ്രണ്ട് ആരോടാണോ സംസാരിക്കുന്നത് അയാളോട് മാത്രമാണ് സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ ഒരു ഫോണിൽ സംസാരിക്കുന്നു, എന്റെ കൂടെ ഉള്ള ഒരു ഫോണിൽ സംസാരിക്കുന്നു പറഞ്ഞിട്ട് ദാറ്റ് ഡസന്റ് മീൻ എല്ലാവർക്കും എല്ലാവരുടെ സിഗ്നൽസ് കിട്ടുന്നുണ്ടെന്നല്ല. ആക്ച്വലി വരുന്നുണ്ട്, റിസീവ് ചെയ്യും. പക്ഷേ എന്താ ചെയ്യാ കേട്ടാ, ആന്റിന പിക്സ് അപ്പ് ദ മോഡുലേറ്റഡ് സിഗ്നൽസ് ഓഫ് സെവറൽ സ്റ്റേഷൻസ് വിച്ച് ആർ വിത്തിൻ ദ റിസീവിംഗ് റേഞ്ച് ഓഫ് ദ റേഡിയോ റിസീവർ. ഈ RF ആംപ്ലിഫയർ ആണ് അവൻ എന്താ ചെയ്യാ, it is tuned to the required incoming frequency and so it selects. അതായത് എന്ത് ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ആണോ ഞാൻ റിസീവ് ചെയ്യാനുള്ളത് ആ റിസീവിംഗ് സിഗ്നലിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു റിസീവ് ചെയ്യുന്നു. ഓക്കെ, so the RF amplifier is tuned to the required incoming frequency and so it selects only the desired signal. ഓക്കെ, എനിക്ക് എന്ത് സിഗ്നൽ ആണോ വേണ്ടത് അതിന്റെ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യുന്നു, ട്യൂൺ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള സിഗ്നൽസ് എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും, ഇഗ്നോർ ചെയ്യും. ഓക്കെ, അതാണ് ഈ RF ആംപ്ലിഫയറിന്റെ പരിപാടി, റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറിന്റെ പരിപാടി എന്ന് പറയുന്നത്. കൂടാതെ ഇവൻ എന്താ ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ഓൾസോ ആംപ്ലിഫൈസ് ദ ഇൻകമിംഗ് വീക്ക് സിഗ്നൽ ബിഫോർ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദ മിക്സർ. ഈ ഇൻകമിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് വീക്ക് സിഗ്നൽ ആണ്. അതുകൊണ്ട് തന്നെ RF ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത ശേഷം അതിനെ ആംപ്ലിഫൈ ചെയ്താണ് എങ്ങോട്ട് അയക്കുന്നത്, മിക്സറിലോട്ട് അയക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? മിക്സറിലോട്ട് അയക്കുന്നത്. ഓക്കെ, ശരി. ഇൻ ദ മിക്സർ സർക്യൂട്ട്, ഈ മിക്സർ സർക്യൂട്ടിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. The incoming signal frequency is converted to a new frequency by mixing it with another signal generated by local oscillator. അതായത് എന്താ സംഭവം ഇവിടെ, ആക്ച്വലി എന്താ, ലോക്കൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അതായത് ഇൻ ദ മിക്സർ സർക്യൂട്ട് ദ ഇൻകമിംഗ് സിഗ്നൽ ഫ്രീക്വൻസി ഈസ് കൺവേർട്ട് ടു എ ന്യൂ ഫ്രീക്വൻസി. അതായത് ഇവിടെ നിന്ന് ഒരു സിഗ്നൽ വരുന്നില്ലേ, ആ സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്താകുന്നു, കൺവേർട്ട് ആയി പുതിയൊരു ഫ്രീക്വൻസി ആകുന്നു. എങ്ങനെയാ ഒരു പുതിയ ഫ്രീക്വൻസി ആകുന്നത്, ബൈ മിക്സിംഗ് ഇറ്റ് വിത്ത് അനദർ സിഗ്നൽ ജനറേറ്റഡ് ബൈ ലോക്കൽ ഓസിലേറ്റർ. അതായത് ഈ ലോക്കൽ ഓസിലേറ്റർ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്ത് എങ്ങോട്ട് കൊടുക്കും,
മിക്സറിൽ കൊടുക്കും. ഇവിടെ നിന്നൊരു സിഗ്നൽ ഓൾറെഡി മിക്സറിൽ വരുന്നുണ്ട്. അപ്പൊ ഈ സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ചേഞ്ച് ആകുന്നു. എന്തുകൊണ്ടാ? ബിക്കോസ് ലോക്കൽ ഓസിലേറ്റർ കൊടുക്കുന്ന ഒരു സിഗ്നലുമായിട്ട് ഇവൻ എന്താകുന്നു, ഇവിടെ വെച്ച് മിക്സ് ആകുന്നു. അങ്ങനെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് സംഭവിക്കുന്നു. ഓക്കെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? The new frequency will be the difference between the incoming signal frequency and local oscillator frequency, and it is called the intermediate frequency. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ ആക്ച്വലി എന്താണ്, ഇവിടെ നിന്നൊരു സിഗ്നൽ, ഇവിടെ നിന്നൊരു സിഗ്നൽ, ഇവിടെ ഈ സിഗ്നലിന്റെ ഫ്രീക്വൻസി ഒക്കെ ചേഞ്ച് ആകുന്നു അല്ലെ. അപ്പൊ ഫ്രീക്വൻസി, അതായത് വന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ആയിട്ടാണ് IF ആംപ്ലിഫയറിലോട്ട് പോകുന്നത്. ഓക്കെ, IF ആംപ്ലിഫയറിലോട്ട് പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ. അപ്പൊ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ എന്ന് പഠിക്കുന്നതിന് മുമ്പേ എന്താണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പഠിക്കണ്ടേ? എന്താണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി? ദ ന്യൂ ഫ്രീക്വൻസി വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻകമിംഗ് സിഗ്നൽ ഫ്രീക്വൻസി ആൻഡ് ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി. അതായത് ഇവിടെ ഇതിന്റെ ഫ്രീക്വൻസിയും ഇതിന്റെ ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദിസ് ഫ്രീക്വൻസി is standardized as 455 kilohertz for all AM broadcast receivers. ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫ്രീക്വൻസി ആണ്, 455 kilohertz ആണ്. The IF signal, intermediate frequency signal, intermediate frequency signal from the mixer circuit is then amplified by the IF amplifier അല്ലേ. അപ്പൊ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ IF ആംപ്ലിഫയർ യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു. It is then fed to the detector stage. The detector separates audio component from the modulated signal. Thus the original audio signal is extracted. അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഡീമോഡുലേഷൻ അല്ലെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ IF ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നു, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങോട്ട് അയക്കുന്നു, AM ഡീമോഡുലേറ്ററിൽ അയക്കുന്നു. അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഡീമോഡുലേഷൻ സംഭവിക്കുന്നു. ഡീമോഡുലേഷൻ എന്ന് പറയുമ്പോൾ എന്താ, കാരിയർ വേവിൽ നിന്ന് മെസ്സേജ് സിഗ്നലിനെ വേർതിരിച്ചെടുക്കുന്നു. ദാറ്റ് ഇസ് ഡീമോഡുലേഷൻ. അപ്പൊ ഇവിടെ വെച്ചിട്ട് മോഡുലേഷൻ സംഭവിക്കുന്നത്, ഇവിടെ വെച്ച് എന്ത് സംഭവിക്കും, ഡീമോഡുലേഷൻ സംഭവിക്കും. ഓക്കെ ആണോ? യെസ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് then fed to the detector stage. The detector separates audio component from the modulated signal. Thus the original audio signal is extracted. Clear ആണോ? Okay അല്ലേ, ക്ലിയർ അല്ലേ? The audio frequency signal is amplified by the power amplifier to raise the power level in order to drive the loudspeaker. The loudspeaker converts the audio signal into sound wave of the corresponding frequency. അപ്പോ ഇവിടെ ആക്ച്വലി ഡീമോഡുലേഷൻ കഴിഞ്ഞ ശേഷം എങ്ങോട്ട് അയക്കുന്നത്, പവർ ആംപ്ലിഫയറിലോട്ട് അയക്കുന്നത് അല്ലെ. ഓഡിയോ ഫ്രീക്വൻസി പവർ ആംപ്ലിഫയറിലോട്ട് അയക്കുന്നത്. അപ്പൊ ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു. ആംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ലൗഡ് സ്പീക്കറിലോട്ട് അയക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത് സൗണ്ട് വേവ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. ഈ ഓഡിയോ സിഗ്നലിനെ സൗണ്ട് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് വിടുന്നു. ദിസ് ഈസ് AM ഹെറ്ററോഡൈൻ റിസീവർ. മനസ്സിലായോ? സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഒരിക്കൽ നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം വെച്ച് പറഞ്ഞു തരാം. ഇവിടെ ആന്റിന എന്ത് ചെയ്യുന്നു, ആന്റിന എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള സിഗ്നൽസിനെ, ആ റേഞ്ചിലുള്ള സിഗ്നൽസിനെ കളക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യും, RF ആംപ്ലിഫയറിലോട്ട് വയ്ക്കും. ഈ RF ആംപ്ലിഫയർ എന്താ ചെയ്യുക, ആവശ്യമുള്ള സിഗ്നൽ മാത്രം എടുത്ത ശേഷം ബാക്കിയുള്ളതിനൊക്കെ റിജക്ട് ചെയ്യും. എന്നിട്ട് ഇതിനെന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്ത് മിക്സറിലോട്ട് വിടും. ഇവിടെ മോഡുലേഷൻ സംഭവിക്കും. ഇവിടെ എന്ന് പറയുന്നത് മോഡുലേഷൻ സംഭവിക്കും. ഇവിടെ മെസ്സേജ് സിഗ്നൽ ഉണ്ട്, ഇവൻ ആര് കൊടുക്കും, ലോക്കൽ ഓസിലേറ്റർ കാരിയർ സിഗ്നലും കൊടുക്കും. ഇവിടെ രണ്ടും കൂടെ ചേർന്നിട്ട് മിക്സ് ആകും, മോഡുലേഷൻ സംഭവിക്കും. ഈ മോഡുലേറ്റഡ് വേവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പേര് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആണ്. ഈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ നേരെ IF ആംപ്ലിഫയറിൽ പോയിട്ട് അവിടെ നിന്നും ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി വീക്ക് അല്ലേ, അപ്പോൾ ഈ വീക്ക് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്താകുന്നു, ആംപ്ലിഫൈ ആകുന്നു. ആംപ്ലിഫൈ ചെയ്ത ശേഷം നമ്മൾ എങ്ങോട്ട് അയക്കും, AM ഡീമോഡുലേറ്ററിലോട്ട് അയക്കും.
അവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഡീമോഡുലേഷൻ സംഭവിച്ച ശേഷം ഓഡിയോ മാത്രമായിട്ട് എടുത്തിട്ട് ഈ ഓഡിയോ നേരെ എങ്ങോട്ട് കൊടുക്കും? ഓഡിയോ ഫ്രീക്വൻസി പവർ ആംപ്ലിഫയറിൽ കൊടുത്ത് എഗെയിൻ ആംപ്ലിഫൈ ചെയ്ത ശേഷം ലൗഡ് സ്പീക്കറിലോട്ട് കൊടുക്കും. ലൗഡ് സ്പീക്കർ അതിനെ സൗണ്ട് വേവ്സ് കൺവേർട്ട് ചെയ്ത് പുറത്തോട്ട് വിടും. മനസ്സിലായോ? മനസ്സിലായോ? സംശയമുണ്ടോ? സംശയമുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ? ക്ലിയർ ആണോ? ഇനി എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. സർ, IF ആൻഡ് AF. IF ആൻഡ് AF എവിടെ? ഓക്കെ, IF ആൻഡ് AF ഓക്കെ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയാടാ മക്കളെ, നോക്കി IF എന്ന് പറയുമ്പോൾ എന്താണ്? IF എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ അണ്ടർലൈൻ ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ നോക്കൂ. The new frequency will be the difference between the difference between incoming signal frequency and local oscillator frequency. അതായത് ഇവിടെ നിന്ന് വരുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസിയും ലോക്കൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസിനാണ്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഒരു സിഗ്നൽ വരുന്നുണ്ട്, ഇവിടെ ഒരു സിഗ്നൽ വരുന്നുണ്ട് അല്ലെ. ഈ സിഗ്നലിന്റെ ഫ്രീക്വൻസി ഈ സിഗ്നലിന്റെ ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കേട്ടോ. ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഡീമോഡുലേറ്ററിൽ നിന്നും പുറത്തു വരുന്നത് ആരാ? ഓഡിയോയാണ്. ഓഡിയോയുടെ ഫ്രീക്വൻസിയാണ് ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വെൽവെത്തണ്ടർ. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ഹാസ് മെനി അഡ്വാൻറ്റേജ് സച്ച് ആസ് ബെറ്റർ അഡ്ജസന്റ് ചാനൽ റിജക്ഷൻ. അതായത് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? റിജക്ട് ചെയ്യാൻ പറ്റും. നല്ല ഹൈ സെൻസിറ്റിവിറ്റി ആണ് ആൻഡ് ഹൈ സെലക്ടിവിറ്റി ആണ്. ഓക്കെ, ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹെറ്ററോഡൈൻ റിസീവർ. ഓക്കെ, സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായോ? പറയുക. മനസ്സിലായോ നിങ്ങൾക്ക്? ചാറ്റ് ബോക്സിൽ പറയുക. ഏകദേശം ഇന്ന് തന്നെ നമ്മൾ ഏകദേശം കുറച്ച് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. സോ യെസ്, മനസ്സിലായി. ഓക്കേടാ. ഓക്കെ, ഓക്കെ. ഇനി എന്ത് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ശരിടാ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഇന്ന് തന്നെ പഠിക്കുക. ഓക്കെ, ഇന്ന് തന്നെ പഠിക്കുക, ഇപ്പോൾ തന്നെ പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റെഡി? ഓക്കെ, അപ്പോ നമുക്കിനി ഇന്നിന് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വൈകുന്നേരം കെമിസ്ട്രി ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഇലക്ട്രോണിക്സ് 2 സെഷൻ വെച്ചിരുന്നു, ഉച്ചയ്ക്കൂടെ സെഷൻ വെച്ചിരുന്നു. നിങ്ങൾ പല കുട്ടികൾക്കും കോളേജ് ഉണ്ടെന്ന് പറഞ്ഞതുണ്ട്. ഓക്കെ, നമ്മൾ ആക്ച്വലി ആ ഒരു സെഷൻ ക്യാൻസൽ പിന്നെ ഒരു ദിവസം ആക്കാം. ഓക്കെ, പ്രോബ്ലം ഇല്ല, ഓൾറെഡി ഷെഡ്യൂൾഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ഇത്രയും പഠിക്കുക. നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം കേട്ടോ. സോ ഇന്ന് വൈകുന്നേരം 8:30 മണിക്ക് കെമിസ്ട്രി ക്ലാസ് ഉണ്ട്. സോ മറക്കണ്ട, ഇന്ന് വൈകുന്നേരം രാത്രി 8:30 മണിക്ക് നമ്മൾ ചന്ദ്ര ബാച്ചിൽ കെമിസ്ട്രി ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ പഠിക്കണേ. ഓക്കെ, ശരിടാ മക്കളെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇന്ന് തന്നെ പഠിക്കുക. പലർക്കും സ്കൂളുണ്ട്, പലർക്കും കോളേജ് ഉണ്ട്, പലർക്കും കോളേജ് ഇല്ല. ഓക്കെ, ചിലർക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. എന്തൊക്കെ ആയാലും പഠിക്കുക, സമയം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. വൈകുന്നേരം കെമിസ്ട്രി ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെടാ, അപ്പൊ ബൈ, സീ യു, ടാറ്റാ.